പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന് മഹത്വം. പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. പുതിയ വർഷത്തിൻ്റെ ആരംഭമാസത്തിൻ്റെ അവസാന ദിവസമാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയായിരുന്നു 2 തോണി കാല് വയ്ക്കുന്നത് അപകടമാണ്. അതുപോലെ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ശീതോഷ്ണവാനായിരിക്കാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്നൊക്കെ ലവദൂക്കിയ സഭയോട് പറഞ്ഞ കാര്യവും നമ്മൾ കാണുകയായിരുന്നു. അങ്ങനെ ആ മെസ്സേജുകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കാത്തതായ പല മേഖലകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു. എന്നാൽ നമ്മൾ അതിനൊക്കെ മുൻപ് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിനായിട്ട് നമുക്ക് 2 പത്രോസ് 3:17 ഒരിക്കൽ കൂടെ വായിക്കാം. കുറേ ആഴ്ചകൾ നമ്മൾ 2 പത്രോസ് 3:17 വായിച്ചുകൊണ്ടായിരുന്നു മുൻപോട്ട് വന്നത്. ഇന്ന് വീണ്ടും 2 പത്രോസ് 3:17 നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആസ്യയിലും പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായ വിശുദ്ധന്മാരോട് കർത്താവിൻ്റെ ദാസനായ പത്രോസ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഈ വായിച്ചത്. അതായത് അവിടെയുള്ള വിശുദ്ധന്മാർക്ക് താൻ എഴുതിയ ലേഖനത്തിലെ 2ാമത്തെ ലേഖനമാണിത്. ആ 2ാമത്തെ ലേഖനത്തിൽ ഗഹനമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. 1ാമത്തെ ലേഖനത്തിലെ 1ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട പരദേശികളായ വിശുദ്ധന്മാരെന്നാണ് ഇവരെ വിളിക്കുന്നത്. അതായത് വാസ്തവമായും സുവിശേഷം കേട്ട് വീണ്ടുജനനാനുഭവത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരോടാണ് പത്രോസ് ഈ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2ാം അധ്യായത്തില് പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടെ രക്ഷയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തുവിനെ അവിടെ ഉയർത്തിയപ്പോൾ ആസിയയിലും പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും എന്നു വേണ്ട ഏതാണ്ട് 18ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദന്മാര് അവിടെ കടന്നു വന്നിരുന്നു. ആ ആളുകള് അവിടുന്ന് കേട്ട മുഴക്കം എന്തെന്നറിയാൻ വേണ്ടി മാളികമുറിയിൽ ഓടിക്കൂടിയതാ. പക്ഷെ തിരിച്ചുപോയത് വലിയ കൊള്ള കണ്ടുകിട്ടിയ മനുഷ്യരെ പോലെയാണ്. അതായത് കർത്താവിന്റെ ദാസൻ പത്രോസിലൂടെ കേട്ട കാര്യത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ മുൻപോട്ട് വന്ന അവരോട് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ അനുദപിക്കണം. അങ്ങനെ നിങ്ങൾ അനുദപിച്ച് മുൻപോട്ട് വരണം. അങ്ങനെ നിങ്ങൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് ദൈവരാജ്യത്തിന്റെ വക്താക്കളായി തീരണം. അങ്ങനെ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം സ്വീകരിക്കും, അല്ലെങ്കിൽ അത് അനുഭവിക്കും എന്ന കാര്യമൊക്കെ തുടക്കത്തിൽ അവിടെ പറഞ്ഞിരുന്നു. അതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്ന്. അപ്പോൾ തന്നെ പത്രോസ് അവിടെ ആ കൂടിയ 3000-ഓളം ആളുകളോട് പറയുന്നുണ്ട്, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളത്. വക്രതയുള്ള തലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത്. ക്രിസ്തീയ സഭയുടെ ആരംഭം മുതൽ തന്നെ വിവിധങ്ങളായ പരിശോധനകളിലൂടെ സഭ കടന്നുപോയി എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾ മുൻപോട്ട് പോയതിന് ശേഷമാണ് പത്രോസ് തന്റെ ജീവാവസാനത്തിന് തൊട്ട് മുമ്പാണ് ഈ 2 പത്രോസിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങളുടെ സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണമെന്ന്. അപ്പൊ ഒരു മുന്നറിയിപ്പാണത്, സൂക്ഷിക്കണമെന്നുള്ളൊരു കാര്യം. 2 പത്രോസ് ആകമാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം മുന്നറിയിപ്പുകളുണ്ട്. 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കള്ളപ്രവാചകന്മാരെ കുറിച്ച് നല്ല നിലയിൽ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ പലവിധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ 3ാം അധ്യായത്തിലേക്ക് വന്ന് അത് കൺക്ലൂഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ 17ാം വാക്യത്തിലൂടെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ എഴുതി അവർക്ക് കൈമാറി കുറച്ച് സമയത്തിന് ശേഷം പത്രോസ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്നുള്ളത് ചരിത്രമാണ്. അവരോടെല്ലാം സുവിശേഷം പറഞ്ഞ് അവരെ ദൈവരാജ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ കർത്താവിന്റെ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ദൗത്യം അവിടെ അവസാനിച്ചു എന്നുള്ള നിലയിലല്ല താൻ പെരുമാറുന്നത്. കാലങ്ങൾക്ക് ശേഷം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കും, അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരും ആയിരിക്കണമെന്ന്. അപ്പോൾ കുറേ ആഴ്ചകൾ നമ്മൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നമ്മൾ ഒന്ന് ഡിവിയേറ്റ് ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് കടന്നുപോയത്.
എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളുടെ ചുറ്റുപാടും ഉപദേശ പെശകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ചില വീഡിയോസൊക്കെ, അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആ തെറ്റായ ഉപദേശങ്ങളെ, തെറ്റായ ആശയങ്ങളെ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. അത് ഏറി പങ്കും ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഉപദേശ പെശകുകാരുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ അധികം അങ്ങനെ കാണിക്കുകയും വിശദീകരണത്തിലേക്കൊക്കെ കടന്നുപോയത്. എന്നാൽ ഈ കഴിഞ്ഞുപോയ ആഴ്ചകളിൽ നമ്മൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ നിന്നുള്ള കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ എന്തെല്ലാം ഉപദേശങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നതെന്നുള്ളത് കണ്ണാലെ കാണുകയായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് രക്ഷാഭദ്രതാവാദവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞ് മുൻപോട്ട് വന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഗൗരവമായി നമ്മൾ അതിനകത്ത് ചിന്തിച്ചു. ആ മെസ്സേജുകളിൽ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ അതിനകത്ത് ചിന്തിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി വിശുദ്ധന്മാരെ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കുറേ കാര്യങ്ങളാണ് അവിടെ വെളിപ്പെട്ടു വന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയൊരു ചിന്തയാണ്, ദൈവമേ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശ പെശകുകളും അതുപോലെ ധനമോഹവും ഈ ലോകത്തിന്റെ സുഖലോലുപതയെ കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന, അതുപോലെ തെറ്റായ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് വ്യാജ ആത്മാക്കളാൽ നടത്തുന്ന കസർത്തുകൾ, പ്രകടനങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഗൗരവമായി ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രം തിരിച്ചറിയുന്നതായ ചില ഉപദേശ വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരികയായിരുന്നു. അപ്പോൾ ആ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പോപ്പുലാരിറ്റി ഉള്ളവരാണ്, അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ള ആളുകളാണ്. അവരുടെ വാക്കുകൾക്ക് വേണ്ടി ജനം കാതോർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ അത് ദൈവവചനത്തിന് നിരക്കുന്നതല്ലെന്നുള്ളത് ആത്മാവിൽ നമുക്ക് ബോധ്യപ്പെട്ടു. ശരിക്കും ആ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു 2-3 മാസമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 മാസം നമ്മൾ ആ വിഷയങ്ങൾ സംസാരിച്ചു. എന്റെ ചിന്ത ശരിയാണെങ്കിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ആ വിഷയങ്ങൾ ചിന്തിക്കുകയും പിന്നത്തേതിൽ ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ പൊതുജന സമക്ഷം അത് എത്തുകയാണല്ലോ. അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുടെ എല്ലാം മുൻപിലേക്ക് ആ മെസ്സേജുകൾ എത്തുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ പൊതുജന മധ്യത്തിലേക്ക് ഒരു മെസ്സേജ് കടന്നു വരുന്നത്. വളരെ സീനിയർ ആയിട്ടുള്ളതും പോപ്പുലാരിറ്റി ഉള്ളതുമായ ഒത്തിരി പ്രീച്ചേഴ്സ്, ടീച്ചേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അവരാരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അവരാരും ഇതൊന്നും കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കണ്ടെത്തിയവർ കാണുമായിരിക്കാം, എന്തായാലും വായ തുറന്ന് വർത്തമാനം ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. മലയാളികളായ സുവിശേഷ സ്നേഹികൾ ഒത്തിരി പേര് ലോകമെമ്പാടുമുണ്ട്. അത്തരക്കാര് ഇന്നത്തെ പെന്തിക്കോസ്തിന്റെ, അതായത് സമകാലീന പെന്തിക്കോസ്തിന്റെ നടത്തിപ്പുകളും സമകാലീന പെന്തിക്കോസ്തിന്റെ നടപടിക്രമങ്ങളും ഇടപാടുകളും ഒന്നും താല്പര്യപ്പെടാതെ, ഇഷ്ടപ്പെടാതെ, അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് വളരെ വശ്യമായ നിലയിൽ പ്രത്യേക രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അവരുടെ കൺമുമ്പിൽ വരുന്നത്. അപ്പൊ പെട്ടെന്ന് അവര് മുന്നും പിന്നും നോക്കാതെ, ഒന്നും നോക്കിയില്ല, 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് രക്ഷാഭദ്രതാവാദമോ എന്നാ വാദമോ ആയിക്കോട്ടെ, അങ്ങനെ പല പല കാര്യങ്ങളെയും അവര് പോലും അറിയാതെ സ്വീകരിച്ചു. അങ്ങനെ പലതിനും ആളുകൾ അടിമപ്പെട്ട് അങ്ങനെ ലോകത്തിന്റെ പല കോണുകളിലിരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാതെ അതിന് കീഴ്പ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും അങ്ങനെ അത് അനേകരിലേക്കൊന്നും എത്തിയില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറിയ ശതമാനം ആളുകളുടെ ഇടയിൽ എത്തി. ആ ഒരു ചെറിയ ശതമാനത്തിൽ നിന്ന് പിന്നെയും ഒരു ചെറിയ ശതമാനത്തെ നമുക്ക് തിരിക്കാൻ പറ്റി കാണുമായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നത്. കേട്ടവരെല്ലാം തിരിഞ്ഞു വന്നെന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അതായത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ രക്ഷയ്ക്ക് ഒരു ഭദ്രതയുണ്ടെന്നുള്ള ഒരു ടീച്ചിങ് ബ്രദർ ആൻഡ് സഹോദരങ്ങൾ കാലങ്ങളായിട്ട് അവർ കൊണ്ടുവരുന്നതാണ്. നമ്മളും കർത്താവ് നമുക്ക് തന്ന രക്ഷയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരും രക്ഷയ്ക്കൊരു ഭദ്രതയുണ്ടെന്നും അതേസമയം നമ്മൾ ജഡത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണെന്നും വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പെന്തക്കോസ്തരെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറെ പേരൊക്കെ പലതും വിളിക്കാനുണ്ടായിരുന്നു. കർത്താവ് നമ്മെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, നമ്മെ അന്ത്യത്തോളം നടത്തും. അതായത് 1 പത്രോസ് 1-ാം അധ്യായത്തില് അതിന്റെ തുടക്ക ഭാഗത്ത് തന്നെയുണ്ട്, നമ്മളെ ദൈവശക്തിയിൽ കാക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്.
നമ്മെ വീണ്ടും ജനിപ്പിച്ച് ദൈവകുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവശക്തിയിലാണ് കാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ എന്ന് പറയും. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറയാണ് ജഡത്തിന്റെ ചിന്തകൾ ഇന്നിന്ന വിധമാണ്, അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ മരണമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാണ്. അങ്ങനെയുള്ളവർ ഇനി ജഡത്തിന്റെ ചിന്തകളെ താലോലിക്കരുത്, ജഡത്തിൽ സ്വയത്തിലൊന്നും ജീവിക്കരുത്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, വചനത്തിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അപകടമുണ്ട്. അതാണ് നമ്മൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കുന്നത് ഇസ്രായേലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലും കടന്ന് മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തേക്ക് പോയപ്പോൾ അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ലെന്നും അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട് കളഞ്ഞു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. കാലങ്ങളായി നമ്മുടെ പൂർവ്വ പിതാക്കൾ നമ്മളെ പഠിപ്പിച്ചും ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അവര് ദൈവത്തെ കോപിപ്പിച്ചു, ദൈവത്തിന്റെ വഴികളിൽ നടന്നില്ല, നിന്നില്ല. ആ കാരണത്താൽ അവരുടെ പ്രാണന് ക്ഷയമയച്ചു എന്ന് 106-ാം സങ്കീർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്, വേറെ പലയിടത്തും ഉണ്ട്. അപ്പോഴാണ് ഈ നവീനങ്ങളായ ഉപദേശങ്ങൾ നമ്മുടെ കൺവെട്ടത്ത് വരുന്നത്. എന്താ നവീനങ്ങള്? അതായത് മരുഭൂമി പട്ടുപോയി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പറച്ചില്, അതൊന്നും ശരിയായ പറച്ചിലല്ല. അവരെയൊക്കെ മരുഭൂമി ചെറിയ ബാലശിക്ഷ കൊടുത്ത് അങ്ങനെ അങ്ങ് കൊണ്ടുപോയതാണ്. അവരവിടെ വീണുപോയി എന്നൊക്കെയുള്ളത് സത്യമാണെങ്കിൽ പോലും അവരെല്ലാം പുതിയ ഭൂമിയിൽ ഉണ്ടെന്നൊക്കെ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് തീർത്തും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമുക്ക് ആത്മാവിൽ ഒരു റിജക്ഷനാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ സടകുടഞ്ഞ് എഴുന്നേറ്റു. എത്ര പ്രശസ്തനും പ്രഗത്ഭനും ആയിക്കൊള്ളട്ടെ, അതിനോട് നമ്മൾ പോരാടി നിൽക്കും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന്. ആ വിഷയത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാതെ പോരാട്ട വീര്യത്തോടു കൂടി അതിനോട് എതിർത്തു നിന്നു. എത്ര പേര് സപ്പോർട്ട് ചെയ്യും, ആരാരെല്ലാം അംഗീകരിക്കും, ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലായിരുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ചില മനുഷ്യർക്കൊക്കെ മനസ്സിലായി, ചിലർക്കൊന്നും ഒന്നും മനസ്സിലായില്ല. അതാണ് അതിന്റെ ഒരു സത്യം. നോക്കണം, നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ദാദാനും അബീരാമും അതുപോലെ കോര ഇത്യാദി ടീമുകളെല്ലാം ഭൂമി വാവിളർന്ന് കീഴേ പാതാളത്തിലേക്ക് നേരെ ബോർഡിംഗ് പാസ് പോലും ഇല്ലാതെ പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോഴാണ് ഇവർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, അവരെ അവിടെ ഒരു ചെറിയ ഒരു ടൂറിന് വിട്ടിരിക്കുന്നതാണ്, പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ. നമ്മൾ നടുങ്ങിപ്പോയി. അത് കൊള്ളാം. ഇങ്ങനത്തെ ആശയങ്ങൾ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടാണോ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നമ്മൾ അന്നേരം ചിന്തിച്ചത്. അപ്പൊ നമ്മൾ കൊച്ചിമാർക്ക് ഉണ്ടാക്കൂല്ലോ, പിന്നെ വലിയ കൊച്ചിമാർക്കാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മൾ ചൂഴ്ന്നു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെല്ലാം അപകടകരമായ പഠനങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ പറയപ്പെട്ട പ്രസംഗിയുടെ ഐഡിയോളജിയും ഒക്കെ ആപാത ചൂടമങ്ങ് നോക്കി, മുടി തൊട്ട് അടി വരെ നോക്കിയെന്ന്. നോക്കിയപ്പോഴല്ലേ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ടതുണ്ടോ ആരാധന എന്ന് പറഞ്ഞാൽ? അന്യഭാഷയൊക്കെ വീട്ടിൽ ഇരുന്ന് തന്നെത്താൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ കിടന്ന് കൈയടിച്ച് കൈ പൊട്ടിക്കണോ? പെന്തിക്കോസുകാരോടെ ഇത് പറയുന്നേ. ബുദ്ധിവികാസം നഷ്ടപ്പെട്ട പെന്തിക്കോസുകാർ അതെല്ലാം കേട്ടിരുന്ന് തലയാട്ടുക. എന്നിട്ട് പറയാണ് പുതുമയാ കേട്ടോ, പുതുമയാന്ന്. അങ്ങനെ പുതുമ കേട്ട് എത്ര എണ്ണങ്ങളാ വഴിക്ക് പോയെന്നറിയാവോ? ചിലതങ്ങൾക്ക് ബോധം വെച്ചു, അങ്ങനെ ഓടി രക്ഷപ്പെട്ടു അവര്. അതൊരു നാമമാത്രമായ ആളുകളായിരിക്കും കൂടുതലും. അങ്ങനെ അവിടെയൊക്കെ പെട്ടുകിടക്കുകയാണ്. നമ്മൾ അറിഞ്ഞ സത്യങ്ങള്, നമ്മൾ അനുഭവിച്ച സത്യങ്ങള്, ആത്മാവിലുള്ള ആരാധന, അതിന്റെ സന്തോഷം, അവിടെ ശബ്ദങ്ങളുണ്ടാവും. അതേസമയം ആർട്ടിഫിഷ്യലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അതിന് ബദൽ ഇങ്ങനെയാണോ പറയേണ്ടത്? അത് കൊള്ളാം. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടെത്തുകയായിരുന്നു നമ്മൾ. നമ്മൾ അതിലേക്ക് തന്നെയാണ് ഇന്നും കടന്നു പോകുന്നത്. അപ്പോൾ ഈ വായിച്ച വാക്യപ്രകാരം ഞാൻ നിങ്ങളോട് പറയാണ്, വഞ്ചനയുടെ ഒരു ലോകമാണ്. അതായത് ആസിയിൽ നിന്നും പൊന്തോസിൽ നിന്നും ഗലാത്തിയിൽ നിന്നും കപ്പദോക്കിയിൽ നിന്നൊക്കെ ഓടിക്കൂടിയ ആളുകൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് പത്രോസ്. രക്ഷാ സന്ദേശം കൈമാറിയ വ്യക്തിയാണ്, അല്ലേ? അവരെ ദൈവരാജ്യത്തിലേക്ക് കൈപിടിക്കുകയാണ്. ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് അവരെ ആ ദൈവീകമായ പദ്ധതിയിലേക്ക് കൈപിടിച്ച് നടത്തിയ ആളാണ്. അദ്ദേഹം തന്നെയാണ് ഒടുക്കം പറയുന്നത് സൂക്ഷിച്ചോണം കേട്ടോ എന്ന്. ഇതിന് അങ്ങനെയൊക്കെ പറയുന്നതെന്നൊന്നും അവരാരും ചോദിച്ചു കാണില്ലായിരിക്കും. ചോദിച്ചോന്ന് നമുക്കറിയില്ല, പുസ്തകത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല.
പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തിൽ അതൊക്കെ സംഭവിച്ചു. ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ടതിന്റെ ആരംഭ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയപ്പെട്ട പൊന്തോസും അതിനനുബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ തുർക്കിയുടെ അതിരും അതുപോലെ അർമേനിയയുടെ ഭാഗങ്ങളും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. ക്രിസ്ത്യാനിറ്റി ഏറ്റവും ആദ്യം സ്പ്രെഡ് ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണ് അതൊക്കെ. അർമേനിയൻ ക്രിസ്ത്യൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഈ തുർക്കി എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ചില ഭാഗങ്ങളൊക്കെ ചേർന്നതാണ് ബൈബിളിൽ പറയുന്ന 7 സഭകൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ. ആസി എന്ന പ്രൊവിൻസ്, ഗലാത്തി എന്ന പ്രൊവിൻസ്, ഫ്രുഗി എന്ന പ്രൊവിൻസ്, ഇതെല്ലാം കിലിക്കിയ തർസോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്നത്തെ മോഡേൺ തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ദൈവസഭകള് മുന്നറിയിപ്പുകളെ കാലങ്ങൾക്ക് ശേഷം അവഗണിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് കേട്ടിട്ട് അവര് അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ വാക്കുകൾക്ക് അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടാവും. എന്നാൽ കാലങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ സത്യവചനം കടന്നു വന്ന ആ സ്ഥലങ്ങളിലൊക്കെ മൂല്യശോഷണങ്ങൾ ഉണ്ടായി, ഉപദേശ പെശകുകൾ കടന്നു വന്നു. പെർഗമോസിലെ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് പെർഗമോസിലെ സഭ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ സഭ എന്നുള്ള നിലയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ 3 നൂറ്റാണ്ടിന് ശേഷം ചരിത്രം പഠിക്കുന്നവർക്കറിയാം, സഭ കോംപ്രമൈസ് ചെയ്തു പല കാര്യത്തിലും. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ കാണിച്ചു തന്നതുമായ ആ ക്രിസ്തീയ പാരമ്പര്യത്തെ ഉടച്ചു കളഞ്ഞുകൊണ്ട്, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഉപദേശങ്ങളും കാര്യങ്ങളും സ്ഥാപിച്ചുകൊണ്ട് പുതിയ പന്ഥാവുകൾ വെട്ടിത്തുറന്നു. പുതിയ പന്ഥാവിലൂടെ മുൻപോട്ട് പോയി ഓരോരോ കാലങ്ങളില് അവർക്ക് ബോധിച്ചതുപോലെയുള്ള പുതിയ പുതിയ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വഞ്ചനയുടെ ഒരു ലോകമാണ്. വിശുദ്ധന്മാർ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇത് പറയുമ്പോൾ 2-3 ആഴ്ച മുമ്പ് നമ്മളുടെ മെസ്സേജുകളുടെ ഇടയിൽ നിന്ന് ഒരു ഹ്രസ്വഭാഗം, ഒരു ഷോർട്ട് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. അതായത് ഈ കർമ്മേലിലെ അഗ്നി എന്ന് പറയുന്നത് അതൊരു ദൈവകോപാഗ്നിയാണ് ഫലത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ മെസ്സേജിനടിയിൽ ധാരാളം പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കമന്റ് ചെയ്തു. വലിയ പങ്ക് ആൾക്കാരും അതിനോട് വിയോജിക്കുകയാണ് ചെയ്തത്. വ്യക്തിപരമായൊക്കെ ചിലര് അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചു. പലർക്കും നമ്മൾ മറുപടിയൊക്കെ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരും, നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ. അങ്ങനെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളുകൾക്കെല്ലാം നമ്മൾ കഴിഞ്ഞ 3 ആഴ്ച പറഞ്ഞ മെസ്സേജുകൾ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഈ നിമിഷം വരെ അതിൽ ഒറ്റ ഒരാൾ പോലും അത് കേട്ടിട്ടൊരു മറുപടി പറയോ വിയോജിക്കോ യോജിക്കോ ഒന്നും ചെയ്തിട്ടില്ല. കേട്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല. ഇനിവേ അവിടെ കടന്നു വന്ന ഒരു ഉപദേശി, മധ്യ കേരളത്തിലുള്ള ഒരു ഉപദേശി, അയാൾ അവിടെ കുറെ കാര്യങ്ങൾ കമന്റ്സിൽ എഴുതി വെച്ചു. നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ വേറെ ഒത്തിരി പാസ്റ്റർമാർ എഴുതി വെച്ചു. ഈ ഒരു വ്യക്തി എഴുതി വെച്ച ആ കമന്റും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ആത്മാവിലൊരു വലിയ ഒരു റിജക്ഷൻ വന്നു. വേറെ പലരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുക. ഈ മനുഷ്യനെ എഴുതിയതിനേക്കാളും കട്ടിയായിട്ടൊക്കെ എഴുതിയവരുണ്ട്. പക്ഷേ ഇദ്ദേഹം എഴുതി വെച്ച കാര്യത്തോട് എനിക്ക് വിയോജിപ്പ് തോന്നി. ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അദ്ദേഹത്തിനാണ് ആദ്യം മറുപടി കൊടുത്തത്. അപ്പോൾ അദ്ദേഹം അതിനെ കുറച്ച് വിശദീകരണങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ 1-2 കാര്യം പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പല രീതിയിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് പന്തികേട് മനസ്സിലായി. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നന്നായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും പല ഇന്ത്യയിലും ഒക്കെ സഞ്ചരിച്ച് സുവിശേഷമൊക്കെ അറിയിക്കുന്ന ഒരാളാണ്. മിഷനെ കുറിച്ചൊക്കെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ആളുകളെല്ലാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു വരും. അതിനിടയിൽ അദ്ദേഹം തൻ്റെ ഒരു ജീവിതാനുഭവം പങ്കുവെച്ചു. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന ആ ജീവിതാനുഭവം വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൈക്ക് ചെയ്തു. അങ്ങനെ ലൈക്കും കമന്റ്സും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ വാരിപ്പുണർന്നു. അതിൽ പലരെയും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ മെസ്സേജുകളുടെ അടിയിൽ വന്നൊക്കെ കമന്റ് ചെയ്യുന്ന ആളുകളാണ്. പാസ്റ്റർ ജി കൊള്ളാം, തിരക്കേടില്ല, ഇങ്ങനെയാണ് മെസ്സേജ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന പലരും ഈ പറയപ്പെട്ട സ്ഥലത്തൊക്കെ ചെന്ന് അവിടെ ഈ അദ്ദേഹം പറഞ്ഞ ആ ആശയത്തോട് യോജിച്ചുകൊണ്ട് അതിന് കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹത്തെ ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ എന്നോർത്ത്. അത് കഴിയുമ്പോൾ കറക്റ്റ് എന്റെ കൺവെട്ടത്ത് സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ വെളിപ്പെടുത്തി തന്നു. വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞാല്, ഈ കഴിഞ്ഞ ആഴ്ച ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷൻ നടക്കുകയായിരുന്നു തിരുവല്ലയില്. അപ്പൊ ആ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തില് സ്വാഭാവികമായിട്ടും ഈ 1 മണിക്കൂർ ഒക്കെയുള്ള വലിയ വലിയ മെസ്സേജുകൾ ആളുകള് കേൾക്കില്ല എന്നുള്ളത് കൊണ്ട് അവര് അതിന്റെ 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങള് ഇങ്ങനെ പ്രസിദ്ധം ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു യൗവനക്കാരനായ ശുശ്രൂഷകൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു പോർഷൻ അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, മറ്റൊരാളത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നു. മനോഹരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു അത്. ആ യൗവനക്കാരനായ ശുശ്രൂഷകൻ അവതരിപ്പിച്ചത്, നിങ്ങൾ ഈ അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും പുറകെ ഒന്നും പോകേണ്ടവരല്ല. നിങ്ങളിങ്ങനെ ഈ ഒന്ന് വെച്ചാൽ 2 കിട്ടും എന്നൊക്കെ പറയുന്ന ആ ആശയമാണ്. അങ്ങനെയുള്ളതിന്റെ ഒന്നും പുറകെ പോകരുത്. വഞ്ചനയുടെ ഒരു ലോകമാണ്. ഇവിടെ യേശു അവിടെ യേശു എന്നൊക്കെ പറഞ്ഞ് പലതരം പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും ഒക്കെ എഴുന്നേൽക്കുന്ന കാലമാണ്. അതായത് അദ്ദേഹം ഫോക്കസ് ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജാഗ്രതയുള്ളവരായിരിക്കണം. ഇപ്പൊ ഈ 2 പത്രോസിൽ നമ്മൾ വായിച്ചതുപോലെയുള്ള ആ രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ജാഗ്രതയുള്ളവരായിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന്. വലിയൊരു സമൂഹത്തിന്റെ നടുവിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഒത്തിരി പേര് കേൾക്കുന്നു. അത് പോരാത്തതിന് ആ മെസ്സേജ് പിന്നീട് നേരിട്ട് കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവര് അതിന്റെ ആ ഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അത് കേട്ട വചനത്തെ സ്നേഹിക്കുന്നവർക്ക് കൊള്ളാം, ഇങ്ങനെ വേണം ദൈവദാസനെ, അങ്ങ് തുറന്നു പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പറയുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഉദ്ദേശിയുടെ അടുക്കൊക്കെ പോയി അദ്ദേഹത്തിനും ലൈക്കും കൊടുത്ത് വലിയ കാര്യമൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെയും വന്ന് പറയുന്നത്, ദൈവദാസനെ ഇങ്ങനെ വേണം, ഇതാണ് മെസ്സേജ്, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നു. ഇതാണ് മെസ്സേജ്, ഇങ്ങനെ വേണം എന്നൊക്കെ ഇവര് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഈ പറഞ്ഞ ആ ഉദ്ദേശി നമ്മുടെ അവിടെ വന്ന് കമന്റ് എഴുതിയ, കഴിഞ്ഞ ദിവസം തന്റെ ജീവിതാനുഭവങ്ങളൊക്കെ എഴുതിയ ആളുകളുടെ കയ്യിൽ നിന്ന് കോടാനുകോടി തംസപ്പുകൾ വാങ്ങിച്ച ആ ഉദ്ദേശി. അപ്പൊ ഈ പറയപ്പെട്ട ഉദ്ദേശി അവിടെ വന്ന് ഒരു കമന്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഈ പ്രസംഗി നവീകരണ സഭകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം പ്രസംഗിക്കുന്നതെന്ന്. ആഹാ, തിരക്കേടില്ലല്ലോ. ചില നല്ല മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഞാൻ അതിന്റെ ഈ കമന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും, ആളുകൾ എങ്ങനെ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. കാരണം നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്ന രീതിയോട് സാമ്യമുള്ള അതുപോലെ തന്നെയുള്ള ഒരു പ്രസന്റേഷനാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. സത്യവചനത്തെ ഉയർത്തുകയാണ്. ഈ വക്രതയുള്ള ലോകത്ത് സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ ഈ അനുഗ്രഹത്തിന്റെ അതിന്റെ പുറകെ പോകരുത്, വചനത്തിൽ നിലനിൽക്കാനാണ് സൂചിപ്പിച്ചത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, നവീകരണ സഭകൾക്കെതിരെയുള്ള ആക്ഷേപമാണ് ഈ പ്രസംഗി പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ സഭാരാഷ്ട്രീയമൊക്കെ കളിച്ച് ഇവരൊക്കെ തോന്നുന്ന പോലെയൊക്കെ നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗകനെ ഇകഴ്ത്തി കാണിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറയപ്പെട്ട ശുശ്രൂഷകനോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ നവീകരണ സഭകൾ ഏതാന്ന് ചോദിച്ചു. മർത്തോമ സഭയാണോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, മർത്തോമയുടെ നവീകരണം കെട്ടുപോയി എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്. എന്നാൽ പിന്നെ പറയൂ, വേറെ ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നവീകരണ സഭകൾ? ഇത് ചർച്ച് ഓഫ് ഗോഡിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിച്ചതാണ്. ചർച്ച് ഓഫ് ഗോഡ് IPC AG ഷാരോൺ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചർച്ച് പൊളിറ്റിക്സും ഇടയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ കൂട്ടങ്ങളുടെ ഇടയിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അതിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഒരു യൗവനക്കാരനായ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത്, വഞ്ചനയുടെ ഒരു ലോകമാണ്, സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന്. അപ്പൊ ഈ പറയപ്പെട്ട കൂട്ടങ്ങളൊന്നും അല്ലല്ലോ നവീകരണ സഭ. പിന്നെ ഏതാണ്? പുള്ളി തുറന്നു പറയാൻ കൂട്ടാക്കുന്നില്ല. ഒടുക്കം ഞാൻ പേഴ്സണലായിട്ട് പുള്ളിയോട് ഇടപെട്ടു. താങ്കൾ പറയണം, താങ്കൾ പറയാതെ താങ്കളെ വിടുന്ന പ്രശ്നമില്ല. കർമ്മേലിൽ ഇറങ്ങിയ തീ, ദൈവകോപാഗ്നി അതിനകത്ത് ഇല്ലെന്ന് അവിടെ വന്ന് സമർത്ഥിച്ച ആളാണല്ലോ. അപ്പൊ താങ്കൾ പറയണം, ഈ നവീകരണ സഭ കേരളത്തിൽ ഏതാണ്? അതിനിടയ്ക്ക് ഞാൻ പുള്ളിയെ ട്രേസ് ചെയ്തിരുന്നു. പുള്ളി ആവാത ചൂടൻ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, താങ്കളെ ഞാൻ ആവാത ചൂട ഒഴിഞ്ഞു നോക്കിയായിരുന്നു, ആരാ മുതലെന്ന് ഞാൻ നോക്കിയായിരുന്നു. താങ്കൾ ഒരു തികഞ്ഞ തങ്കു ഭക്തനാണ്. താങ്കൾ ടിജോയുടെയും ടിനുവിന്റെയും താരുവിന്റെയും ഒക്കെ ഒരു ഭക്തനായ മനുഷ്യനാണ്. താങ്കൾ ഫോർവേഡ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും താങ്കൾ നെഞ്ചോട് ചേർക്കുന്നതും ഇവരുടെയൊക്കെ ആശയങ്ങളാണ്. അപ്പൊ മലയാളക്കരയിലെ പെന്തക്കോസ്തിനെ നവീകരിക്കാൻ ദൈവം ഇറക്കി വെച്ച ആളുകളാണ് മേൽപ്പറഞ്ഞ പേരുകാരായ പ്രസിദ്ധരായവരെന്നാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ എന്തിനാ സഹോദരങ്ങളെ ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇത് പറഞ്ഞത്?
നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയപ്പെട്ട ആള് സഞ്ചരിക്കുന്നത് പെന്തക്കോസ്തിന്റെ നടുവിലൂടെയാണ്. പെന്തക്കോസ്തിലെ പേര് കേട്ടവരും പേര് കേൾക്കാത്തവരും ഒക്കെ ഈ മനുഷ്യന് ലൈക്ക് അടിക്കുകയും സ്വോത്രകാഴ്ച കൊടുക്കുകയും ഇങ്ങനെ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ചാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇയാളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, അയാളുടെ പേരും ഒരു ഫോട്ടോയും ഒരു 2 സെന്റൻസും കണ്ടതേ ആത്മാവിലുണ്ടായ ഒരു റിജക്ഷനാണ് നമ്മൾ അദ്ദേഹത്തെ ട്രേസ് ചെയ്ത് പോകാനിടയായത്. ശരിക്കും പറഞ്ഞ പോലെ CBI-യിലോ അല്ലെങ്കിൽ ഇന്റലിജൻസിലോ ഒക്കെ ജോലി കിട്ടുകയായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ട്രേസ് ചെയ്ത് പോയേനെ. അതായത് എത്ര ആളുകളാണ് വന്ന് കമന്റ് ചെയ്ത്, ആരെ കുറിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷെ ഒരാള് നമ്മുടെ നടുവിലേക്ക് വന്നപ്പോ ആ ആളെ നമ്മൾ ശ്രദ്ധിച്ചു. കണ്ടിട്ടില്ലാത്ത ആളാണെന്ന് ഓർക്കണം. അയാളെ തപ്പി തേടി നമ്മൾ പോയി കണ്ടു കേട്ട് വന്നപ്പോഴല്ലേ മനസ്സിലാകുന്നത് പുള്ളി ഒരു മുഖം മൂടി അണിഞ്ഞ വിദ്വാനാണെന്നുള്ളത്. അയാൾ പെന്തക്കോസിന്റെ നടുവിലൂടെയാണ് നടക്കുന്നത്. പക്ഷെ ചോറങ്ങും കൂറങ്ങെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ ഇടപാടുകളെല്ലാം ന്യൂജൻ ഗ്രൂപ്പുകളുടേതാണ്. പുള്ളി അനുഗ്രഹത്തെക്കുറിച്ചും മറ്റു കാര്യത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായ തങ്കു സാറോ തോമാക്കുട്ടി സാറോ അല്ലെങ്കിൽ ചിരു സാറോ മറ്റേ സാറോ മറിച്ചേ സാറോ അവരുടെ ഒന്നും മുമ്പിൽ ഇദ്ദേഹം ഒന്നുമല്ല. ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചൊരു വർണ്ണനയ്ക്കല്ല ഞാനിത് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ വെയർ അബൌട്ട്സ് എന്തൊക്കെയാണെന്നൊന്നും പറയാനല്ല ഇത് പറഞ്ഞത്. ഒറ്റ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. ഇവരുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്ന് ഇവരാരെന്ന് തിരിച്ചറിയാതെ ഹല്ലേലൂയയും പ്രൈസ് ലോർഡൊക്കെ പറയുന്ന ഇന്നിന്റെ പെന്തിക്കോസ്തിന്റെ അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചറിയണം നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നുണ്ട്? ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹമാണ്, വലിയൊരു അംബ്രല്ലയുടെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇതിനകത്ത് പല ഓർഗനൈസേഷൻസും പല സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ തന്നെ പ്രസിദ്ധരായവര് പ്രസിദ്ധി ഇല്ലാത്തവര് അങ്ങനെ പലതരക്കാരുണ്ടല്ലോ. ഈ ആളുകളിൽ നിന്നൊക്കെയുള്ള ശുശ്രൂഷകൾ പല നിലകളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ വളരെ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടവരാണ് നമ്മൾ. വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടൊക്കെ ചില മെസ്സേജ് പറഞ്ഞിരുന്നു. അതിനോടൊക്കെ സമ്മിശ്ര പ്രതികരണം വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപറ്റം ആളുകൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നവര്, സത്യവചനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്, അവരെല്ലാം മെസ്സേജ് കേട്ടിട്ട് ചിലരെല്ലാം വ്യക്തിപരമായി എന്നോട് ഇടപെട്ടിരുന്നു. ചിലരെല്ലാം വ്യക്തിപരമായി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ മെസ്സേജിലൂടെ കണ്ണു തുറക്കാൻ ഇടയായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാര്യം കാണുമ്പോൾ, ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ വിവേചനപരം വേണം. അത്ര നമ്മൾ കടന്നു പോകണ്ടെന്നല്ലോ ഞാൻ അത്രയും പറയുന്നില്ല. പകരം ഒരു മെസ്സേജ് കേൾക്കുമ്പോഴോ ഒരു ടീച്ചിങ് മുമ്പിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുമ്പോഴോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മീയത്തിൽ വളർച്ചയില്ലെന്നുള്ളതാണ് അതിന്റെ ലക്ഷണം. ആത്മീയത്തിൽ വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ഇതിപ്പോ നമ്മൾ ഒത്തിരി വാക്യമൊന്നും വായിച്ചില്ല, വാക്യങ്ങളിലേക്ക് കടക്കാൻ പോവുക. പക്ഷെ മുഖവുരയില് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ മാതാപിതാക്കൾ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലോ മറ്റോ ഒക്കെ പോയിട്ട് മടങ്ങി വരാനായിട്ട് ഒരു അരമണിക്കൂർ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉത്കണ്ഠയുണ്ടാവും, ന്യായമായിട്ടും ഉണ്ടാവും. സ്കൂൾ ബസ് വരേണ്ടത് 3:30. പക്ഷെ ഇപ്പൊ മണി 3:45 ആയിട്ടുള്ളൂ, 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. എങ്കിലും ഉള്ളിലൊരു ചിന്ത വരും, വണ്ടി ഇങ്ങ് വന്നില്ലല്ലോ. കൂടെ ജനലിന്റെ അടുത്ത് പോയി നോക്കും, വണ്ടി ഇങ്ങ് വന്നോ ഇല്ലയോ എന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകള് അങ്ങനെയൊക്കെ നോക്കുന്ന സൈസ് ആൾക്കാരാന്ന് എനിക്ക് തോന്നുന്നത്. അതേ അല്ലാത്ത സൈസും ഇരിപ്പുണ്ടോ അവിടെ. സ്വാഭാവികമായിട്ടും ഒരു മാതൃസ്നേഹവും പിതൃസ്നേഹം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാ. വലിയ ഉത്കണ്ഠയല്ല, എന്നാൽ പോലും ആ സമയമായി കഴിയുമ്പോഴത്തേക്കും ചിന്തകൾ വരും. ദോഷികളായ ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ മക്കളോടൊക്കെയുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ തന്റെ ശുശ്രൂഷകന്മാരുടെ കയ്യിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് ഈ 5 വിധ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. പലരുടെയും ധാരണ എന്തെന്നറിയാവോ? പാസ്റ്റർക്ക് മാത്രമാണ് ആത്മാക്കളുടെ മേൽ ഉത്തരവാദിത്തമുള്ളൂ,
ബാക്കി 4 കൂട്ടർക്കും ഒരു ഉത്തരവാദിത്വമില്ല, അവർക്ക് ജോളിയായിട്ട് അടിച്ചു പൊളിച്ച് ഏതിലെങ്കിലും പോകാമെന്ന. അങ്ങനെയാ പലരുടെയും ചിന്ത. ഈ 5 വിധ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം മേൽ പകർന്നിരിക്കുന്ന ഒരേ ആത്മാവിനെയല്ലേ? ആ ആത്മാവിലല്ലേ അവരുടെ ഉള്ളിൽ ആ ഭാരം വരുന്നത്? ആത്മാവിലല്ലേ അവർ സഞ്ചരിക്കുന്നത്? യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടമാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഒരു പാസ്റ്റർക്ക് മാത്രമാണോ മനസ്സിലാകുകയുള്ളൂ? സുവിശേഷകന് മനസ്സിലാകില്ലേ? ഉപദേഷ്ടാവിന് മനസ്സിലാകില്ലേ? പ്രവാചകന് മനസ്സിലാകില്ലേ? അവരൊന്നും ബോധമില്ലാതെയാണോ ജീവിക്കുന്നത്? പലരുടെയും ധാരണയാണ് ഞാൻ ഈ പറയുന്നത്. പാസ്റ്റർക്ക് മാത്രം ഭയങ്കര വേദനയും വിഷമമൊക്കെയാന്നൊക്കെ. കർത്താവ് ഈ ആട്ടിൻകൂട്ടത്തെ വില കൊടുത്ത് സമ്പാദിച്ചതിന് ശേഷം അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഈ 5 വിധ ശുശ്രൂഷകരെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഈ 5 വിധ ശുശ്രൂഷയും പല വിധത്തിൽ അവർ അനുഭവിക്കേണ്ടതുണ്ട്, അല്ലേ? ഈ 5 വിധ ശുശ്രൂഷകരിൽ നിന്നുള്ള ശുശ്രൂഷകൾ പല നിലകളിൽ അവര് അനുഭവിക്കേണ്ടതുണ്ട്. പ്രവാചക ശബ്ദങ്ങൾ അവർ കേൾക്കണ്ടേ? സുവിശേഷത്തിന്റെ കാമ്പും അതിന്റെ ആഴങ്ങളും അവർ അറിയണ്ടേ? ഉപദേഷ്ടാവിലൂടെ അവര് ചട്ടങ്ങൾ പഠിക്കണ്ടേ? അപ്പൊ ഇത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഉപദേഷ്ടാവിന്റെയോ സുവിശേഷകന്റെയോ പ്രവാചകന്റെയോ അപ്പോസ്തലന്റെയോ ഉള്ളില് ഈ ആട്ടിൻകൂട്ടം വഴിതെറ്റിപ്പോകുന്നൊരു ഉത്കണ്ഠയുണ്ടെന്നേ. നിങ്ങളാ 3:45 ജനലൊക്കെ പോയി നിന്നതുപോലെയാണ് ഈ ശുശ്രൂഷകന്റെ ഉള്ളിലും വെപ്രാളമുണ്ട്. അതേസമയം നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ നടുവില് ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തെ ചവിട്ടി മെതിച്ച് കളഞ്ഞത് അവിടുത്തെ ശുശ്രൂഷകന്മാരാണെന്നാണ് വായിക്കുന്നത്. യിരെമ്യാവ് 12 അങ്ങനെയാ വായിക്കുന്നത്. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഈ ശുശ്രൂഷകന്മാര് ചവിട്ടി മെതിച്ചു കളഞ്ഞു. അതുപോലെ ഇന്നും വിശ്വസ്തരല്ലാത്ത ശുശ്രൂഷകന്മാര് ചവിട്ടി മെതിക്കുന്നുണ്ടായിരിക്കാം. എന്നാല് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന പോലെ കർത്താവിന്റെ ദാസന്മാർ ദൈവഗ്രഹത്തിൽ വിശ്വസ്തന്മാരായിരിക്കണമെന്നാണ് വായിക്കുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ ആ ഉത്കണ്ഠയുണ്ടാവും. ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത് കർത്താവ് തന്നെയാണ് അവരെ നടത്തുന്നതും അന്ത്യത്തോളം അവിടെ നിന്നാണ് പരിപാലിക്കുന്നതും. പക്ഷേ ഈ ആടുകളുടെ മേലൊരു ഉത്തരവാദിത്വം ഈ ശുശ്രൂഷകർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ചെന്നായി വരുന്നുണ്ടോ എന്നറിയാൻ. ചെന്നായി എങ്ങനെയായിരിക്കും വരുന്നത്? ഞാനാണ് ഈ ദേശത്തെ അറിയപ്പെടുന്ന ചെന്നായി, ഞാനെല്ലാം കടിച്ചു കീറും എന്ന് പറഞ്ഞ് അങ്ങനെയായിരിക്കും ചെന്നായി വരുന്നത്. ചെന്നായി വരുന്നത് ആടിന്റെ വേഷം പൂണ്ടായിരിക്കില്ലേ സഹോദരങ്ങളെ? അപ്പൊ അങ്ങനെ ആടിന്റെ വേഷം പൂണ്ട് ചെന്നായ്ക്കൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നത് അനവധി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും അത് അധികം കാണുന്നില്ലെങ്കിലും എന്നെ പോലെയുള്ളവർ അങ്ങനെയുള്ളത് ധാരാളം കാണുന്നുണ്ട്. കാണുമ്പോഴുള്ള ആ ഒരു ഉത്കണ്ഠയും അസ്വസ്ഥതയുമാണ് ഇടയ്ക്ക് മെസ്സേജുകളിലൂടെ വരുന്നത്. ദൈവമേ, ഈ പറയപ്പെടുന്ന വഞ്ചനകളിൽ ഇവർ കുടുങ്ങിപ്പോവോ? ഈ തെറ്റായ കാര്യം ഇവരുടെ ഉള്ളിലേക്ക് കയറുവോ? നമുക്ക് നമ്മുടെ പൂർവന്മാര് തുറന്നു തന്നിട്ടുള്ള ആ യഥാർത്ഥ പാതയുണ്ട്, ആ പഴയ പാത, ആ ക്രൂശിന്റെ വഴി. ആ വഴി വിട്ടിട്ട് മാറിപ്പോകുമോ എന്ന്. പോകില്ലായിരിക്കാം, അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ ഉള്ളിൽ ആ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ പരിഭവപ്പെടരുത്. ഇത് ഓർമ്മപ്പെടുത്തലുകളാണ്. വഞ്ചനയുടെ ആത്മാവ് ശക്തമായി നമ്മുടെ ചുറ്റുപാടും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. അവൻ പെന്തക്കോസ്തിലെ 4-ാം തലമുറയാ. ആ 4-ാം തലമുറക്കാരൻ ചില കാര്യങ്ങൾ കണ്ടിട്ട് അത് എന്നെ ധരിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് സങ്കടപൂർവ്വം പറയുക, ഇത്രയും സീനിയർ ആയിട്ടുള്ള പാസ്റ്റർമാര് ഇങ്ങനെ തെറ്റായ വഴികളിലൂടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോകുന്നത് ഒരു യൗവനക്കാരനെ പറയുന്നതെന്ന് ഓർക്കണം. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലോകത്തിന്റെ സ്നേഹിതന്മാരാകാൻ ശ്രമിക്കുന്നതെന്ന്. അതെല്ലാം സംഭവിക്കാം സഹോദരങ്ങളെ, അതൊക്കെ സംഭവിക്കാം. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ലോകത്തോട് മുഴുവൻ പറയാൻ നമ്മളെ സംബന്ധിച്ച് സാധ്യമല്ല. നമ്മുടെ മുമ്പിലുള്ള കുറച്ച് പ്രിയപ്പെട്ടവരോട് ഇതൊക്കെ പങ്കുവെക്കാനേ പറ്റുകയുള്ളൂ. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ വളരെ പരിമിതമായ നിലയിലാണ് ആളുകൾ കേൾക്കുകയുള്ളൂ. വല്ല വിവാദപരമായ എന്തെങ്കിലും പ്രസംഗമൊക്കെ പ്രസംഗിച്ച് അങ്ങനെ ഒരു തലക്കെട്ടും കൊടുത്ത് അങ്ങനെ ആരെങ്കിലും തല കുത്തിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെക്കുകയാണെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ വന്ന് ആ വീഡിയോ കാണും. അതല്ലാതെ നമുക്ക് ആത്മീയ വർധനവ് ലഭിക്കുന്നതും ഉപദേശത്തിൽ നമ്മെ പൂർണ്ണരാക്കുന്നതും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ പ്രാപ്തമാക്കുന്നതുമായ
അത്തരം മെസ്സേജുകൾ കേൾക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാര് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്യും. ഇപ്പൊ ഇതൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലയിൽ അവര് സ്കിപ്പ് ചെയ്തു പോകും. അപ്പം അത് കുഴപ്പമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സ്കിപ്പ് ചെയ്തു പോയാലും കുഴപ്പമില്ല. ഒടുക്കം സിംഹാസനത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്നു മാത്രം. ചിലരെ സംബന്ധിച്ച് അവർ പുതിയ ഭൂമിയിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്തു പോകും. കഷ്ടി പുതിയ ഭൂമിയിൽ എത്തുകയാണെങ്കിൽ ഓക്കെ. ചിലരെ സംബന്ധിച്ച് അത് സ്കിപ്പ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്, ജാഗ്രത കുറവുണ്ട്. തുടക്കത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയായിരുന്നു. ഒരു കാര്യം കൂടെ ഓർമ്മയിലേക്ക് വരികയാണ്. അതായത് ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ നല്ല നിലയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സുവിശേഷകരൊക്കെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരും സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കടന്നു വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഉത്കണ്ഠയുടെ പ്രധാന കാരണം അതാണ് കേട്ടോ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പല ഉപദേശങ്ങളും പ്രചരണങ്ങളും അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ സ്വാധീനിക്കും. അതായത് ഇപ്പൊ ചില ഉപദേശിമാര് പോഡ്കാസ്റ്റ് എന്നുള്ള നിലയിൽ 2 മൈക്രോഫോണൊക്കെ വെച്ച് ഒരാൾ അപ്പുറയും ഒരാൾ ഇപ്പുറം ഇരുത്തിക്കൊണ്ട് പല ടോക്ക് ഷോകളൊക്കെ ഇങ്ങനെ നടത്തുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അവിടെയും ഈ വഞ്ചനയുടെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു സൈഡില് ഈ ന്യൂജൻ പെന്റിക്കോസ്റ്റിന്റെ അപ്പസ്തോലനായിരിക്കും ഇരിക്കുന്നത്, മറു സൈഡില് പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്റർ ആയിരിക്കും ഇരിക്കുന്നത്. അതിനകത്ത് എന്താ ഇത്ര ഞെട്ടാനിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണം. ഒന്ന്, ഉപദേശമില്ലാത്ത, അടിത്തറയില്ലാത്ത, ഉയരത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷയ്ക്ക് വെളിയൊന്നും ഉള്ളതല്ലാത്തതായ കക്ഷികളാണ് ഇരിക്കുന്നത്. അവരാണ് പോഡ്കാസ്റ്റും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. മറു സൈഡിൽ ഇരിക്കുന്ന ആളെയും ഈ മറ്റേയാളുടെ ആത്മാവ് തന്നെയാണ് നയിക്കുന്നത്. അത് വളരെ കുറച്ച് ആളുകൾക്കല്ലേ അറിയൂ. സാധാരണ വിശ്വാസികൾ നോക്കുമ്പോൾ വളരെ റെപ്യൂട്ടേഷനുള്ള ഞങ്ങളുടെ പെന്തിക്കോസ്റ്റിന്റെ നടുവിലുള്ള ഒരു പാസ്റ്ററാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു ദോഷമില്ല. അദ്ദേഹം സഹകരിക്കുന്നതായ ഈ കൂട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതൊരു ദോഷമുള്ള കാര്യമല്ല, തെറ്റായ കാര്യമല്ല, കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്ന് സാധാരണ വിശ്വാസികൾ ചിന്തിച്ചു പോകും. എത്രയോ പേരാണെന്നറിയാവോ അതൊക്കെ തുറന്ന് കേൾക്കുന്നത്. അവരുടെ ഈ ടോക്ക് ഷോകളും കാര്യങ്ങളും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ള 1000-2000 പേരൊന്നും അല്ല കാണുന്നത്. ഈ പെന്തക്കോസ്റ്റിലൊക്കെയുള്ള ധാരാളം പേരത് കാണുകയാണ്. ചിലരോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, അവർ പറയും, നിങ്ങൾ ഈ പറയുന്ന പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാരെക്കാൾ എത്രയോ ഭേദമാ. ഇവരാരും സഭാരാഷ്ട്രീയത്തിൽ പോവുകയോ ഇവർ അധികാരത്തിന് വേണ്ടി കേസും കൂട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. അവരാരും അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നില്ല. പക്ഷെ അവർക്കൊരു അടിത്തറ ഇല്ലല്ലോ സഹോദരി. അവരെ യഥാർത്ഥ പാതയല്ലല്ലോ തുറന്നു കാണിക്കുന്നത്. അവർ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും വെക്കുന്നവരാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ ഈ കുറ്റം കണ്ടുപിടിക്കാൻ തന്നെ നടക്കുക അല്ലേ? ഞാൻ കുറ്റമല്ലല്ലോ പറഞ്ഞത്, ഒരു ലളിതമായ ചോദ്യമല്ലേ, കുറ്റമല്ലെന്നേ. നിങ്ങൾ ഈ പറയപ്പെടുന്ന ആളുകള് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും മുന്നിൽ വെക്കുന്നവരാണോ? അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണോ? നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. പെന്തക്കോസ്റ്റിലെ ലീഡേഴ്സൊക്കെ സഭാരാഷ്ട്രീയവും ഉന്തും തള്ളും ബഹളവും ഒക്കെയാണ്. അതിലൊക്കെ എത്രയോ ഭേദമാണെന്നാണ്. കൂടുതൽ പിന്നെ സംസാരിക്കാൻ താല്പര്യമില്ല, ചെവി വട്ടം പിടിക്കും. അതായത് ആ വട്ടം പിടുത്തം എന്താണെന്നറിയാമോ? നശിക്കാനാണ് എന്റെ പ്ലാൻ എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാം തുറക്കുന്ന വിശാലമായ വാതിലും അതിലൂടെ വിശാലമായ പാതയിലേക്കാണ് പ്രവേശിക്കുന്നത്. ധാരാളം ആളുകൾ അതിൽ പോകുക എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പല ആൾക്കാരും അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഈ വിശാലമായ പാതയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നടന്നാൽ മതിയോ എന്നാ ചിലർ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ദാരിദ്ര്യം, നമ്മൾ ദാരിദ്ര്യത്തിന്റെ കഥയൊന്നും ഇവിടെ പറഞ്ഞില്ല കേട്ടോ. നമ്മള് ശരിയായ പാതയും ശരിയായ ഉപദേശത്തെയും ജീവിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഉടനെ അവരതിന് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് പറയും നമ്മൾ ദാരിദ്ര്യം പറഞ്ഞെന്ന്. യേശുക്രിസ്തു നമ്മളെ ദരിദ്രരാകാൻ വിളിച്ചിരിക്കുന്നു, നമ്മൾ ദരിദ്രരായിരിക്കണമെന്ന്. ഏത് ദാരിദ്ര്യമാ? ആത്മാവിൽ ദരിദ്രരായിരിക്കാൻ ചിലപ്പോൾ നമ്മൾ പറയും. ഇവര് പറയുന്നത് മൊത്തത്തിൽ ദരിദ്രരായിരിക്കാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. നിങ്ങൾ അത് ബെൻസുകാർ ആഗ്രഹിക്കാതെ ചോദിക്കുന്നത്. ബെൻസുകാർ ഇപ്പൊ ആഗ്രഹിച്ചിട്ട് ആരും കൂട്ടിയാൽ കൂടില്ല, വലിയ വില അതിനൊക്കെ. അതിനുള്ള ചില്ലറ നമ്മുടെ കയ്യിലില്ലെന്നേ. ആരുടെങ്കിലും പോക്കറ്റിൽ ഇരിക്കുന്ന ചില്ലറ കണ്ടിട്ട് നമ്മൾ ബെൻസുകാർ സ്വപ്നം കാണേണ്ട ആവശ്യമുണ്ടോ? നമുക്കുള്ളതിൽ തൃപ്തിയായി പോകണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പൗലോസ് പഠിപ്പിച്ചോ? പിന്നെ പുള്ളി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പുള്ളി അങ്ങനെ ജീവിച്ചു, പുള്ളി അങ്ങനെ പഠിപ്പിച്ചു. പുള്ളിയുടെ ശിഷ്യന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരാ. അതിൽ ഒരുവനെ ഈ തിമത്തിയോസ്.
അതൊന്നും പറഞ്ഞ് ഇവിടെ ഒന്നും തലയിൽ കയറില്ല. ഇതെല്ലാം വഞ്ചനകളുടെ ഒരു ലോകമാണ് സഹോദരങ്ങളെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു വീർപ്പുമുട്ടലുണ്ട്. ഇത് ആരോട് പറയാനാ? അതായത് പെന്തക്കോസിലെ ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ, ഈ കുമ്പനാടും പരിസരത്തൊക്കെ ഉള്ള വലിയ ഓർഗനൈസേഷനാണ്. അതിന്റെ കൗൺസിൽ മെമ്പർ ആയിട്ടുള്ള ഒരാൾ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ പുള്ളിക്കാരനാണ് ഈ സോഷ്യൽ മീഡിയയില് ഈ ന്യൂജൻ പെന്തക്കോസിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്നയാള്. പുള്ളിയുടെ പ്രസംഗങ്ങളൊക്കെ എനിക്ക് ആളുകൾ ഇടയ്ക്ക് അയച്ചു തരാറുണ്ട്. പുള്ളിയെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം. ഈ അയക്കുന്ന നമ്മുടെ കക്ഷികൾക്ക് പലർക്കും ഒന്നും അറിയില്ല. എനിക്ക് വർഷങ്ങളായിട്ട് പുള്ളിയെ അറിയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എന്താ പറയുക, അതിന്റെ എക്സ്റേ എടുത്ത് നോക്കിയിട്ടുള്ളതാ. വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റേ എടുത്ത് നോക്കിയിട്ടുള്ളതാണ് പല നിലകളിലും. അല്ല, ഒരു സൈഡിൽ നിന്നാണുള്ളത്, അല്ല ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ എക്സ്റേ. ചാനലുകാരൻ്റെ ഒക്കെ ഈ എക്സ്റേ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നതാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്, സത്യം വെളിപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥ പാത പെന്തക്കോസ്തിന്റെ പൂർവന്മാര് മലയാളക്കരയിൽ അവതരിപ്പിച്ചത് സത്യവചനമായിരുന്നു. പഠിപ്പും പത്രാസൊന്നും ഇല്ലായിരുന്നെങ്കിലും അവരാളുകളെ വഞ്ചിക്കുന്ന കാര്യങ്ങളല്ല അവതരിപ്പിച്ചത്. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങൾ. നമ്മളിവിടെ അന്യരും പരദേശികളുമാണെന്നുള്ള ഒരു ടീച്ചിങ് ആണ് അവർ കൊണ്ടുവന്നത്. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല, നമ്മൾ പാളയത്തിന് പുറത്ത് ക്രിസ്തുവിന്റെ നിന്ന വഹിക്കേണ്ടവരാണെന്നുള്ളതായിരുന്നു മലയാളക്കരയിലെ പെന്തക്കോസ്തിന്റെ ശക്തമായ ടീച്ചിങ്. അതെല്ലാം കാറ്റത്ത് പറന്നുപോയില്ലേ? ഇന്ന് എത്ര പേര് പാളയത്തിന് വെളിയിൽ കഷ്ടം സഹിക്കാനായിട്ട് ജനത്തെ ആഹ്വാനം ചെയ്യുന്നുണ്ട്? ക്രിസ്തുവിന്റെ നിന്ന വഹിക്കേണ്ടവരാണ് നാമെന്ന് എത്ര ശുശ്രൂഷകർ ആഹ്വാനം ചെയ്യും നിങ്ങൾ കേട്ടിട്ടുണ്ട്? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ വായിച്ചുകൊണ്ട്, കുറിവാക്യം എന്നുള്ള നിലയിൽ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് എത്ര കൊല്ലങ്ങളായി കാണും? ഒന്ന് പറയാവോ എന്നോട്? അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ ലോക്കൽ ചർച്ചില് ഏതെങ്കിലും ദേവദാസനെ എപ്പോഴെങ്കിലും പ്രസംഗിച്ച് വിടുക. അതൊക്കെ വിട്ടേ, അതൊക്കെ വിട്ടാരെ. ഞാൻ ചോദിക്കുന്നത്, പ്രഗത്ഭരും പ്രസിദ്ധരും പോപ്പുലാരിറ്റി ഒക്കെയുള്ള അങ്ങനെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആളുകള് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ അവര്? ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വില കൂടിയ ഫോണുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ അതിനകത്തെല്ലാം ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വഴി എല്ലാം നമ്മുടെ കൺമുമ്പിൽ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള മെസ്സേജുകൾ, എത്ര മെസ്സേജ്, അത്തരത്തിലുള്ള മെസ്സേജ് നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടു അവിടെ നിന്ന്? പലപ്പോഴും പ്രസംഗങ്ങളും മറ്റുമൊക്കെ കാണാനായിട്ട് നിങ്ങൾ യൂട്യൂബ് തുറക്കുന്ന ആളുകളല്ലേ? അതുപോലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും എന്നുള്ള വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടിട്ട് എത്ര നൂറ്റാണ്ടായി കാണും? ഈ പറയപ്പെട്ട നിലയിലുള്ള മെസ്സേജുകളാണ് സഹോദരങ്ങളെ നമ്മളെ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാക്കി മാറ്റുന്നത്. നമ്മളെ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാക്കി മാറ്റുന്ന മെസ്സേജുകളാണതല്ല. അതൊക്കെ വേലയ്ക്ക് വിളിയുള്ള ദൈവദാസന്മാർക്ക് മാത്രമേ ആ ചിന്തയുള്ളൂ. അവർ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രസ്താവിക്കുകയുള്ളൂ. അതായത് ആത്മീയര് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയൂ. ജഡികർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ശുശ്രൂഷകരുടെ ഇടയിൽ ജഡീകരുണ്ടോ എന്ന് ചോദിച്ചാൽ മെജോറിറ്റിയും ജഡീകരാണ്. ഒരു മൈനോറിറ്റി മാത്രമേ ഉള്ളൂ ആത്മീയരെന്ന് പറയുന്നവർ. നല്ല പ്രസംഗമൊക്കെ കാഴ്ചവെക്കുമായിരിക്കാം, നല്ല പോയിന്റ്സ് ഒക്കെ അവർ അവതരിപ്പിക്കുമായിരിക്കാം. പക്ഷേ പലരും ആത്മാവിലല്ല. ആത്മാവിലാണെങ്കിൽ അവർക്ക് ദൈവസഭയെ കുറിച്ചുള്ള ഭാരം ഉണ്ടാകും. പല കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് മൗനമായിട്ട് ഇരിക്കാൻ കഴിയില്ല. നമ്മള് പഴയ നിയമം പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ ബാധ കടന്നു വരികയാണ്. പെയോർ നിമിത്തമുള്ള ബാധ കടന്നു വരികയാണ്. അവിടെ ഉണ്ടിറങ്ങിയിരുന്ന ഫീനഹാസ് അവിടെ വിശ്രമിച്ചാൽ മതിയായിരുന്നു. ഫീനഹാസ് രംഗത്ത് ചാടി വീണു. ഫീനഹാസ് എന്താ ചെയ്തെന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കണോ ഇനി ഞാൻ? അപ്പൊ എല്ലാ കാലത്തും ദൈവത്തിന്റെ ഫീനഹാസുമാരെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഈ തലമുറയിൽ അങ്ങനത്തെ ഫീനഹാസുമാരെ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. കംഫർട്ട് സോണുകളിലാണ് മെജോറിറ്റിയും.
കംഫർട്ട് സോണുകളിലാണ്. ഞാൻ പല സീനിയർ പാസ്റ്റർമാരോടും സംസാരിച്ചൊരു കാര്യമാണ്, ദൈവദാസന്മാരെ, നമ്മുടെ പൂർവന്മാരെ നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ കണ്ടെത്തിയതുമായ ഒരു കാര്യം, ഇസ്രായേൽ മിസ്രൈമേന്ന് പെസഹായും ചോരത്തലയും ആചരിച്ച് പുറപ്പെട്ടു, ചെങ്കടലും കടന്നു, മരുഭൂമിയിൽ അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. കോരഹിന് മത്സര നിമിത്തമല്ലേ വീഴ്ച സംഭവിച്ചത്. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ലെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ആളുകളെല്ലാം പുതിയ ഭൂമി കാണുമെന്ന് ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെയാ ദാദാനും അബീരാമും കോരവും ഒക്കെ പുതിയ ഭൂമി കാണുമെന്ന് പഠിപ്പിച്ചാൽ അതിന് ഉയർത്തിക്കൊണ്ടുവന്നൊരു ന്യായം എന്നാ? മോശ വാഗ്ദത്ത ഭൂമി കടന്നില്ലല്ലോ, മോശ പാറയടിച്ചില്ലേ? അപ്പോ മോശയുടെ മേലൊരു ദൈവിക ശിക്ഷയാണല്ലോ കടന്നു വന്നത്. ഓക്കെ, നീ വാഗ്ദത്ത ഭൂമിയിലേക്ക് വരണ്ട, ഇവിടെ കൊണ്ട് നിന്റെ കാര്യം അവസാനിപ്പിക്കുകയാണെന്ന്. അപ്പൊ അങ്ങനെ മോശ വാഗ്ദത്ത ഭൂമി പോയില്ല, മരുഭൂമിയിൽ അവസാനിച്ചു. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവരും മരുഭൂമി അവസാനിച്ചെങ്കിൽ മോശ സ്വർഗത്തിലുണ്ടെങ്കിൽ അവരും സ്വർഗത്തിൽ ഉണ്ടാകില്ല എന്നൊരു ടീച്ചിങ് കേട്ടുകഴിഞ്ഞാൽ, മലയാളക്കരയിൽ എവിടെയാ ഫീനകാസിനെ ഞാൻ അന്വേഷിച്ചത്, ഒരൊറ്റ ഫീനകാസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മലയാളക്കരയിലെ ഫീനകാസുമാർ എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു, ഒരൊറ്റ ഫീനകാസിനെയും കണ്ടില്ല. ആരെയും കണ്ടില്ലെന്ന് കരുതി നമുക്ക് മൗനമായിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസങ്ങളില് ഈ ഭദ്രതാവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തുറന്നു കാണിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. നോക്കണം, ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടെത്തിയത് എന്താ? ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു നമ്മൾ ധ്യാനിച്ചു മുൻപോട്ട് പോയത്. ഈ ഭദ്രതാവാദത്തെയൊക്കെ ആ ക്രൂശിനെ മുൻപിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചത്. പാപത്തിന്റെ പടുകുഴി കിടന്ന നമ്മെ വലുവനായ ദൈവം തന്റെ പുത്രന്റെ ക്രൂശ് മരണത്താൽ ആകർഷിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ കണ്ടത്? എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്ന് യോഹന്നാൻ 6:44 നമ്മൾ വായിച്ചു. അങ്ങനെ പടുകുഴി കിടന്ന നമ്മെ പിതാവ് ആകർഷിക്കുകയാണ്. സുവിശേഷത്തിന്റെ കേൾവിയാൽ നമ്മുടെ കാതുകൾ തുറന്നു വന്നു, മന്ദം മന്ദമായി നമ്മുടെ കണ്ണുകൾ തുറന്നു വന്നു. നമ്മൾ ആദ്യമായി കണ്ട ആ കാഴ്ച ഭയാനകമായ കാഴ്ചയാണ്. ക്രൂശിന്റെ ദർശനം നമ്മളെ അടിമുടി ഒലച്ചു കളഞ്ഞു. ഓ, എന്തൊരു കാഴ്ചയായിരുന്നു! വലിയ കാഴ്ച തന്നെയായിരുന്നു. ആ കാഴ്ച നമ്മൾ മാത്രമല്ല കണ്ടത്, അനന്യാസും സഫീറയും അങ്ങനെ തന്നെ കണ്ടുവന്നവരാണ്. ദേമാസും അങ്ങനെ തന്നെ കണ്ടുവന്നതാണ്. ഹുമനിയോസും ഫിലേത്തോസും അങ്ങനെ തന്നെ കണ്ടുവന്നവരാണ്. പക്ഷെ പിന്നത്തേതിൽ അവർ ജഡത്തിൽ സഞ്ചരിച്ചു. ദേമാസ് എന്നെ വിട്ട് ലോകത്തെ സ്നേഹിച്ചു പോയെന്നല്ലേ പറഞ്ഞത്. എബ്രായ ക്രിസ്ത്യാനികളോട് സന്ദേശം പറയുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? എബ്രായ ക്രിസ്ത്യാനികളോട് ദൂത് പറയുമ്പോൾ എന്താ പൗലോസ് പറഞ്ഞത്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ലെന്ന്. എങ്ങനെയാ ഞാൻ പറഞ്ഞത്? പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് പിതാവ് നമ്മെ ആകർഷിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പാപബോധം തന്ന് കണ്ണു തുറന്ന് ക്രൂശിന്റെ ദർശനം പ്രാപിച്ചവര്, തകർന്നുറങ്ങിയ ഹൃദയത്തോടെ ബലിപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ മടക്കിയവര്, അങ്ങനെയുള്ളവരെ എബ്രായ ക്രിസ്ത്യാനികള്. സമ്പത്തുകളുടെ അപഹാര സന്തോഷത്തോടെ സഹിച്ചവര്, അങ്ങനെയുള്ള മനുഷ്യര് പിന്മാറ്റത്തിന്റെ ലഹരിയിലേക്ക് പോയി. എന്തൊക്കെയോ കേട്ടു, എവിടെയൊക്കെയോ കേട്ടു. അപ്പൊ നമ്മൾ അതും ആചരിക്കണം, ഇതും ആചരിക്കണം, അങ്ങനെയൊക്കെ പോണെന്നൊക്കെ കേട്ടപ്പോ ആ ആളുകളുടെ ഉള്ളിൽ അങ്ങനെ വന്നില്ലേ? അതുപോലെ തന്നെയാണെന്ന് ഈ തലമുറയിലും സത്യമറിഞ്ഞു വന്ന വ്യക്തികള് പിന്നത്തേതിൽ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് വേണ്ടി കൊടുത്ത വില എത്ര ഭയങ്കരമായിരിക്കും. 99 വിട്ടിട്ട് 1 തേടിപ്പോയൊരു കർത്താവാണ് നമുക്കുള്ളത്. ഒരാള് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഭയങ്കരമായിരിക്കും. ഉപദേശത്തിൽ നിന്ന് അയഞ്ഞു പോയി കഴിഞ്ഞാൽ, ആ സ്ഥിരത വിട്ട് എഴഞ്ഞു പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സങ്കടകരമായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഇങ്ങനെയുള്ള പലവിധമായ ഉപദേശങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എവിടെ ഭീനകാസുമാരും നമ്മൾ അന്വേഷിച്ചു എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് രംഗത്ത് വന്നത്. ആ സമയത്ത് ഞാൻ കേട്ട ഒരു കാര്യം ഞാൻ വേഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത്, ആ സമയത്ത് കേട്ടൊരു കാര്യമാണ്, യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവും. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. ഗലാത്യ ലേഖനം 2:20 മുൻനിർത്തിക്കൊണ്ട് പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ
എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസ തലത്തിൽ ജീവിക്കുന്നു. അപ്പൊ ഈ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു, ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട്, പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയ വചനത്തിന്റെ ആഴമാണല്ലോ പറഞ്ഞു വരുന്നതെന്ന് തോന്നിപ്പോവും. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും തിരിയുന്നില്ല. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ സഞ്ചരിക്കാതെ ഈ കേൾക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് തലവെച്ച് കൊടുക്കുകയാണല്ലോ എന്ന്. അതായത് ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്ന് പറയുന്നത് തെറ്റായ ഒരു ആശയമല്ല. നമ്മളത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത് പെന്തക്കോസ്തിന്റെ ഒരു ടീച്ചിങ് ആണ്. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. അത് ഏത് വിധത്തിൽ എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. അതായത് പാപികളും ദോഷികളും അഭക്തരുമായിരുന്ന നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു പകരക്കാരനായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച കാര്യമാണ് 1 തിമോഥെയോസ് 2:5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് പെന്തക്കോസ് ലോകത്ത് പലപ്പോഴും പലരും തെറ്റായ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യാറ്. അതായത് യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനെ കുറിച്ച് പറയുമ്പോൾ ഈ തിമോഥെയോസിന്റെ ലേഖനത്തിലെ വാക്യം എടുത്തുകൊണ്ടാണ് പലരും പറയാറ്. നമ്മളിവിടെ അതിന്റെ വലിയ വിശദീകരണത്തിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകളാണ്. ഈ പറയപ്പെട്ട വാക്യപ്രകാരം പാപികളായിരുന്ന നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥതയണച്ച മധ്യസ്ഥൻ എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. നമ്മൾ ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാറ് സാധാരണ എങ്ങനെയാ? സമാഗമന കൂടാരത്തിന്റെ പിക്ചർ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പറയാറ്. ഈ പിക്ചറിൽ വെളിയിൽ നിൽക്കുന്നത് ഒരു പാപിയാണ്. ആ പാപിയുടെ മുമ്പിൽ ഒരു വാതിൽ കാണാം. വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു ബലിപീഠമാണ്. ബലിപീഠം മീൻസ് കാൽവറിയിലെ ക്രൂശാണ് അത് കാണിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് അവിടെ കാണിക്കുന്നത്. പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ അടുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം പാപനിമിത്തം. എന്നാൽ അതിന് നടുവിലൊരു മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ക്രിസ്തു നമ്മെ പിതാവിനോട് നിരപ്പിച്ചു. അപ്പോ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ ക്രിസ്തു നമ്മെ പിതാവിനോട് നിരപ്പിച്ചു. അപ്പൊ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന മധ്യസ്ഥത എന്ന് പറയുന്ന പാപികളായ മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തു മധ്യസ്ഥ അണച്ചു. ഇനി വേറെയും പല വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 1 കൊരിന്ത്യർ ലേഖനം 1:30 വായിച്ചേ. ഇപ്പൊ അല്പം മുമ്പ് വായിച്ച തിമോഥെയോസിന്റെ ലേഖനത്തിലെ വാക്യം നിങ്ങളിൽ പലർക്കും അറിയാം. പുതുതായിട്ടൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹോദരങ്ങളോടായിട്ട് ഒരിക്കൽ കൂടെ പറയട്ടെ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം എന്ന് പറയുന്നത് പാപികളായ മനുഷ്യർക്ക് വേണ്ടി യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നു എന്ന വിഷയത്തിനാണ് ആ വാക്യം എടുക്കേണ്ടത്. അതായത് അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന മീഡിയേറ്റർ എന്നുള്ള നിലയിൽ, അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് 1 യോഹന്നാൻ 2:1-2 വാക്യത്തിലൂടെയാണ്. അതിനുള്ള വാക്യം ഏതാ? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വെച്ചിട്ടാണ് അവിടെ നമ്മൾ പറയുന്നത് പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. അത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. പക്ഷെ തിമോഥെയോസിന്റെ ലേഖനത്തിലെ വാക്യത്തിൽ എന്താ പറയുന്നത്? അത് പാപികളായ മനുഷ്യർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അടച്ച മധ്യസ്ഥൻ എന്നുള്ള നിലയിലാണ് ക്രിസ്തുവിനെ അവിടെ കാണുന്നത്. ഇപ്പൊ നമ്മൾ തുറന്ന് വായിച്ച 1 കൊരിന്ത്യർ ലേഖനം 1:30 അതൊക്കെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിന്റെ 26-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ ഒരു മെസ്സേജിനകത്ത് നമ്മൾ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. ഈ 30-ാം വാക്യവും അതിന് മുകളിലുള്ള 29-ാം വാക്യവും പല മെസ്സേജുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 30-ാം വാക്യത്തിൽ എന്താ കണ്ടത്? അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 4 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പകരക്കാരനായി തീർന്നു എന്നുള്ളതാ പറയുന്നത്. ക്രിസ്തു പകരക്കാരനായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:14 ക്രിസ്തു നമ്മെ പിതാവിങ്കിലേക്ക് നിരപ്പിക്കുന്ന കാര്യം കണ്ടു. അവിടെ നമ്മൾ ക്രിസ്തു നിരപ്പിക്കുന്ന കാര്യമാണ് കണ്ടത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചാ പഠിക്കുന്നത്. ക്രിസ്തു എന്ന പകരക്കാരൻ, അതായത് നാം കടന്നു പോകേണ്ട ശിക്ഷയിലേക്ക് നമുക്ക് പകരക്കാരനായി ഒരുവൻ കടന്നു പോവുകയാണ്. ശരിക്കും നമ്മുടെ സഞ്ചാരപഥം എന്ന് പറയുന്നത് എങ്ങോട്ടാ ആ യാത്ര പോയി അവസാനിക്കുന്നത്? തീപ്പൊയ്കയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാ നമ്മൾ.
അങ്ങനെ തീപ്പൊയ്കയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. ശിക്ഷയിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെയുള്ള 70 ഏറിയാൽ 80 ആ ജീവിതം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പെട്ടിക്കകത്ത് കടത്തൂലോ. 50,000 1 ലക്ഷമൊക്കെ വിലയുള്ള പെട്ടിയായിരിക്കും ചിലരുടെ. എന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വല്ല മുരിക്കും കൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതും മതിയെന്ന്. അതൊക്കെ ധാരാളം മതി, ഇച്ചിരി പെയിന്റ് അടിച്ചാൽ മതി. ആളുകൾ തിരിച്ചറിയരുത്. നമ്മുടെ ലീസ കൊച്ചമ്മയും ടീന കൊച്ചമ്മയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നാണക്കേട് ഉണ്ടാകരുത്. അതുപോലെ നമ്മുടെ രതീഷ് ഭായി, അതുപോലെ ബിജു ബ്രദറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ, അയർലൻഡിൽ നിന്നൊക്കെ അവര് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്ററുടെ ഇത് ചുമ്മാ 10,000 രൂപയുടെ മുരിക്കിന്റെ പെട്ടിക്കകത്താ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ട് തേക്കിന്റെ ഡിസൈൻ ഉള്ളത് അടിച്ചാൽ മതി. അപ്പൊ അതെന്തും ആകട്ടെ, തേക്കിന്റെ ആണെങ്കിലും മുരിക്കിന്റെ ആണെങ്കിലും കൊള്ളാം. അതുപോലെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, നമ്മള് ശിക്ഷാവിധിയിലേക്ക് നടന്നുപോയ മനുഷ്യരാണ്. ആ തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. ആ തീപ്പൊയ്കയിലേക്ക് നടന്നുപോയ നമ്മുടെ കൈ പിടിച്ചിട്ടാണ് നമ്മെ പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് കർത്താവ് ശിക്ഷ അനുഭവിച്ചത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടെന്നാണ് നമ്മൾ യെശയ്യാവ് 53 വായിക്കുന്നത്. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നെന്നുള്ളതാണ് വായിക്കുന്നത്. അതെല്ലാം കാണിക്കുന്നത് എന്താ, പകരക്കാരനെയല്ലേ കാണിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നെന്ന് പറഞ്ഞാൽ, അതായത് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലോ യെരൂശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിലോ ന്യായപ്രമാണം കൽപ്പിച്ചാക്കി 5 വിധ യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് നിഴലായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് പഴയ നിയമ കാലഘട്ടത്തിലെ ആ യാഗങ്ങളെല്ലാം വരുവാനിരിക്കുന്ന പരമയാഗത്തിന്റെ നിഴലായിട്ട് നടന്ന കാര്യങ്ങളാണ്. ആ യാഗങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാ? കാൽവറിയിലെ ക്രൂശിലേക്കാണ്. അപ്പൊ അന്ന് ഇസ്രായേലിന്റെ പാപത്തിന് പരിഹാരമായിട്ട് മഹാപാപപരിഹാര ദിവസം മഹാപുരോഹിതൻ ഒരു ആടിനെ അറുത്തുകൊണ്ട് അതിന്റെ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകും, നമുക്കറിയാമല്ലോ. അങ്ങനെ ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ പകരക്കാരനെയാണ് കാണിക്കുന്നത്. ആ ദിവസം 2 ആടിനെ കൊണ്ടുവരും, അതിൽ ഒന്നിനെ അറുത്ത് അതിന്റെ രക്തവുമായിട്ടാണ് മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. എന്നാൽ 2ാമത്തെ ആട് അസാസേലിന് ചീട്ട് വീണ ആട്, അതിനെ ഇസ്രായേലിന്റെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെയെല്ലാം പകരക്കാരനെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അവിടെയെല്ലാം പകരക്കാരനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ആടുകളിലെല്ലാം നമ്മൾ ക്രിസ്തുവിനെ കാണുകയാണ്. അതായത് ഈ സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന യാഗപീഠത്തിലാകട്ടെ, യെരൂശലേം ദേവാലയത്തിന് മുൻപിലിരിക്കുന്ന യാഗപീഠത്തിലാകട്ടെ, ഏകദേശം 1400 ചില്ലുവാനും വർഷം പ്രഭാതത്തിലും സന്ധ്യയിലും നടന്ന ഹോമയാഗങ്ങളുണ്ട്. പ്രഭാതയാഗവും സന്ധ്യായാഗവും. ആ യാഗങ്ങളെല്ലാം വരുവാനിരിക്കുന്ന യാഗത്തിന്റെ നിഴൽ പോലെയാണ് നടന്നത്. ആ ആടുകളെല്ലാം പകരക്കാരെന്നുള്ള നിലയിലാണ് യാഗമായി തീർന്നുകൊണ്ടിരുന്നത്. ഒടുക്കം മുഴുമാനവലോകത്തിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു പകരക്കാരൻ എന്നുള്ള നിലയിൽ ആ ശിക്ഷ ഏറ്റെടുത്തു. ആ ശിക്ഷ താൻ അനുഭവിച്ചു പകരക്കാരൻ എന്നുള്ള നിലയിൽ. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ആ ശിക്ഷ ഏറ്റെടുത്തതിന് ശേഷം, നമുക്കറിയാം ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ ആഴത്തിൽ നമ്മൾ സംസാരിക്കാറുള്ളവരാണ്. അങ്ങനെ കർത്താവിന്റെ ക്രൂശീകരണം കഴിയുന്നു, മരിച്ചു, അടക്കപ്പെട്ടു. അങ്ങനെ അരിമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കുന്നു. പിന്നത്തേതിൽ കർത്താവ് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ഒരു വരവിൽ നമുക്കറിയാം, മഗ്ദലക്കാരത്തെ മറിയാണ് ആദ്യം കാണുന്നതും. അപ്പൊ അവളോട് പറയുന്നുണ്ട്, നീ എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ കടന്നു പോകേണ്ടതുണ്ടെന്നുള്ളത്. അതായത് തന്റെ ആ പരമയാഗത്തോടുള്ള ബന്ധത്തിൽ ആ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാനുണ്ട്. ഇവിടം വരെ നമ്മൾ കണ്ടത് ക്രിസ്തു എന്ന യാഗമൃഗത്തെയാണ് കണ്ടത്, അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെയാണ് കണ്ടത്. അടുത്ത നിമിഷങ്ങളിൽ, അതായത് ഈ മറിയയുടെ മുൻപിലൂടെ കടന്നു പോകുന്ന ആ ഒരു പോക്കെന്ന് പറയുന്നത് ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലൂടെ നമ്മൾ വായിക്കുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അതായത് ക്രിസ്തു എന്ന പകരക്കാരനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പകരക്കാരനായി ക്രിസ്തു ആ ശിക്ഷ ഏറ്റുവാങ്ങി. ആ ശിക്ഷ സമ്പൂർണമായും താൻ ഏറ്റുവാങ്ങി. അങ്ങനെ താനൊരു ബലിയായി തീർന്നു. അടുത്ത ഘട്ടമാണ് നമ്മളിപ്പോ കാണുന്നത്. ആ ശുശ്രൂഷയുടെ പൂർത്തീകരണമുണ്ട് ഇനി. അതായത് മഹാപുരോഹിതൻ പ്രായശ്ചിത്ത ദിനത്തിൽ യാഗമർപ്പിക്കേണ്ട യാഗമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നു, അതിനെ അറുക്കുന്നു. അറുത്തിട്ട് അതിന്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിക്കണം. ആടിനെ അറുത്തു എന്നുള്ളത് കൊണ്ട് യാഗമായി തീരില്ല. ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിക്കണം. അടുത്തൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അറുത്ത ആ യാഗമൃഗത്തിന്റെ തോലുരിച്ച് അതിനെ ഖണ്ഡഖണ്ഡമായി നുറുക്കി അതിനെ ബലിപീഠത്തിലേക്ക് കയറ്റി
അതിനെ ദഹിപ്പിക്കണം, അതിന് വെണ്ണീറാക്കണം, അത് ചാരമായി തീരണം. ആ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കിയേ സഹോദരങ്ങളെ. എങ്ങനെയാ പ്രോസസ്സ്? യാഗമൃഗത്തെ കൊണ്ടുവരുന്നു, അതിന് ഊനമുണ്ടോ എന്ന് പരിശോധിക്കുന്നു, അതൊക്കെ കഴിഞ്ഞ് അതിനെ അറുക്കുന്നു, രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ തോലുരിച്ച് അതിനെ കണ്ടകണ്ടമായി നുറുക്കി ബലിപീഠത്തിൽ കയറ്റുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, അവിടെ കൊണ്ട് ആ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ആ യാഗവസ്തു കത്തിച്ചാമ്പലായി തീരണം, വെണ്ണീറായി തീരണം എന്നുള്ളതാണ്. വെണ്ണീർ അല്ലേ, ചാരമായി തീരണം. അപ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അതായത് ഈ പറയപ്പെട്ട ദിവസത്തില് മഹാപുരോഹിതനകത്ത് പോയി രക്തം തളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. രക്തം തളിച്ചതിന് ശേഷം അവിടെ മഹാപുരോഹിതൻ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറയാവോ? വേഗം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് അറ്റോൺമെന്റ് ഡേയിൽ നടക്കുന്ന ആ ശുശ്രൂഷയുടെ ഒരു രൂപരേഖയാണ് ഞാൻ ചോദിക്കുന്നത്. മഹാപുരോഹിതൻ യാഗമൃഗത്തെ അറുത്ത് യാഗരക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അവിടെ നടക്കുന്ന ശുശ്രൂഷ എന്തെന്നുള്ളത്, രക്തം തളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒന്ന് പറയാവോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അറിയാനാ. അപ്പൊ സഹോദരങ്ങളെ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കണ്ടേ? ചോദിക്കാതെ എങ്ങനെ ഇതൊക്കെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ഗ്രാഹ്യം അറിയണ്ടേ? ഇതെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അല്ലേ, ചില്ലറ കാര്യങ്ങളല്ല ഇത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയ കാര്യങ്ങളാണിത്. ഈ മെസ്സേജിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞാല് അതിനൊന്നുമല്ല ഗൗരവം. ഇതൊക്കെ നമ്മുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാനം ഭദ്രമായിരിക്കണം. ഓക്കെ. അപ്പൊ ആ സഹോദരൻ പറഞ്ഞ കാര്യം ഭാഗികമായി ശരിയാണ്, അത് പൂർണ്ണമായും ശരിയല്ല. അതായത് ഞാൻ ഇങ്ങനെയാ ചോദിച്ചത്, രക്തം തളിച്ചതിന് ശേഷം ധൂപം അർപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അർപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. ഈ പ്രായശ്ചിത്ത ദിനത്തിൽ അഥവാ അറ്റോൺമെന്റ് ഡേയില് മഹാപുരോഹിതൻ അകത്തേക്ക് കടന്നു വന്ന് ആദ്യം അതിപരിശുദ്ധ സ്ഥലത്തെ മോസ്റ്റ് ഹോളി പ്ലേസിനെ ധൂപം കൊണ്ട് നിറയ്ക്കുകയാണ്. ധൂപം കൊണ്ട് നിറയ്ക്കുകയാണ്. അവിടെ ധൂപമാണ് നിറയ്ക്കുന്നത്. അത് ഗൗരവമായ കാര്യമാണ്. അതുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് നാളെ സൺഡേയിലെ മെസ്സേജിൽ പറയാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞോളാം. ഇവിടെ ഞാൻ അതിനുവേണ്ടി മെനക്കെടുന്നില്ല. അപ്പൊ ധൂപാർപ്പണം, ദെൻ രക്തം തളിക്കുന്നു. ആദ്യം ധൂപം അർപ്പിക്കുന്നു, ധൂപം കൊണ്ട് നിറയ്ക്കുന്നു. ധൂപം അർപ്പിച്ച് അവിടെ ധൂപം കൊണ്ട് നിറച്ചില്ലെങ്കിൽ രക്തമൊന്നും തളിക്കണ്ട, മഹാപുരോഹിതൻ അവിടെ മരിച്ചു വീഴും. അത്ര സീരിയസ് ആണ് ധൂപം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിലെ ധൂപം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ വിഷയമാണെന്ന്. വലിയ പങ്ക് ആളുകൾക്കും അറിയില്ല. വലിയ പങ്ക് ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ഈ യാഗത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സമാഗമന കൂടാരത്തിലാകട്ടെ, യെരൂശലേം ദേവാലയത്തിലാകട്ടെ, അവിടുത്തെ ഏറ്റവും സീരിയസ് ആയ ശുശ്രൂഷ എന്ന് പറയുന്നത് ധൂപാർപ്പണമാണ്. ധൂപം അർപ്പിക്കാൻ കടന്നു പോകണമെങ്കിൽ യാഗം അർപ്പിക്കണ്ടെന്ന് ചോദിച്ചാൽ നിശ്ചയമായും വേണം. അതിൽ ധൂപാർപ്പണത്തിന് ഗൗരവമാണ്. വിശുദ്ധ സ്ഥലത്ത് ദിവസേന ധൂപം അർപ്പിക്കുക എന്നുള്ളൊരു പ്രാക്ടീസ് അവരുടെ പുരോഹിതന്മാർക്കുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന അതല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന കാര്യമാണ്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ആദ്യം ധൂപം അർപ്പിക്കുന്നു, രണ്ടാമതാണ് രക്തം തളിക്കുന്നത്. അപ്പൊ എന്താണ് ധൂപം അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ ആത്മീയ വശം? രക്തം തളിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ആത്മീയ വശം എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. ചോദ്യത്തിനൊക്കെ ഉത്തരവുണ്ട്, പിന്നാലെ നമുക്ക് കണ്ടെത്താം. അപ്പൊ പറഞ്ഞു വരുന്നത്, അങ്ങനെ മഹാപുരോഹിതൻ ഈ പറഞ്ഞ നിലയിൽ ധൂപം അർപ്പിച്ചു, പിന്നീട് യാഗം അർപ്പിച്ചു, പിന്നെ യാഗവസ്തുവിനെ തീയിൽ ദഹിപ്പിക്കുക, ഇതൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ക്രിസ്തു എന്ന ദൈവകുഞ്ഞാട് ഈ പറയപ്പെട്ട നിലയിൽ എല്ലാം കടന്നു പോകേണ്ടതുണ്ട്. എല്ലാ നിലയിലും ആ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കണമെന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിന്റെ രക്തം സ്വർഗത്തിലെ സാക്ഷി കൂടാരത്തിലെ കൃപാസനത്തെങ്കിൽ രക്തം തളിക്കണം. നിഴലും പൊരുളും നമ്മൾ പഠിക്കുന്നവരാണ്. അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതാണ് മറിയോട് തുടരെന്ന് പറഞ്ഞത്. യേശുക്രിസ്തു ആകാശങ്ങളിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അങ്ങനെ ആകാശങ്ങളിലൂടെ കടന്നുപോയി സ്വർഗീയ കൃപാസനത്തിലെ രക്തം തളിച്ചുകൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പൊ ഈ മൊത്തത്തിൽ ഇത് പറഞ്ഞു വരുമ്പോൾ ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. നാം അനുഭവിക്കേണ്ട ശിക്ഷ ക്രിസ്തു തന്റെ ശരീരത്തിലും തന്റെ പ്രാണനിലും എല്ലാം അത് അനുഭവിച്ചു. അതാണ് രണ്ട് വാക്കുകൾ ഞാൻ ഉപയോഗിച്ചത്. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടെന്ന്.
നമ്മുടെ പാപത്തെയും ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ഗതസമനയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് നടന്നുപോയത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ അതേ കാര്യമുണ്ട്. 5:21 നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് പകരക്കാരനായി പാപമാക്കി, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ ഗതസമനെ ധ്യാനിക്കണം. പകരക്കാരനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ പാപവും ശാപവും അവൻ വഹിച്ചു, നമ്മുടെ ശിക്ഷയെ അവൻ ഏറ്റെടുത്തു. 1 പത്രോസ് 2-ാം അധ്യായം യെശയ്യാവ് 53 രണ്ടും ചേർത്ത് വെച്ച് വായിക്കണം. അപ്പോൾ പകരക്കാരനെ നമുക്ക് കാണാം. അങ്ങനെ ക്രിസ്തു പകരക്കാരനായി ആ ശിക്ഷയെ അനുഭവിച്ചു, താനൊരു പരമയാഗമായി തീർന്നു. ആ സദ്വർത്തമാനം നമ്മുടെ കാതുകളിൽ കേട്ടു. അതാണ് സുവിശേഷ കേൾവി എന്ന് പറയുന്നത്. അങ്ങനെ ആ സുവിശേഷം നമ്മെ ക്രൂശിങ്കിലേക്ക് വലിച്ചടിപ്പിച്ചു. ആ ക്രൂശിങ്കിലേക്ക് നമ്മെ വലിച്ചടിപ്പിച്ചു. അങ്ങനെ ക്രൂശിങ്കിലേക്ക് അടുത്തു വന്ന നമ്മുടെ കണ്ണ് തുറന്ന് ഈ കാഴ്ചയൊക്കെ കാണുകയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അവിടെ അടിയറ പറയുകയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം വരുന്നത്. ഗലാത്യ ലേഖനം 2:20. 2:20 എന്താ വായിച്ചത്? ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ആ വാക്യം എടുത്തുകൊണ്ടാണ് പലരും പറയുന്നത് ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്ന് പറയുന്നത്. അത് ഏതർത്ഥത്തിലാണെന്നറിയാവോ? അവിടെയാണ് നമ്മൾ ഡിസ്പ്യൂട്ട് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഒരു ഡിസ്പ്യൂട്ടും പറഞ്ഞില്ല. ഇത്രയും നേരം എന്താ പറഞ്ഞത്? പാപികളും ദോഷികളും അഭക്തരുമായിരുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു ആ ശിക്ഷയെ അനുഭവിച്ചു. നാം പോകേണ്ട നീയുടെ അനുഭവങ്ങളിലൂടെ അവിടെ നിന്ന് കടന്നുപോയി, അതെല്ലാം അനുഭവിച്ചു. ആ പാനപാത്രത്തിന്റെ മട്ടും കൂടെ വലിച്ചു കുടിച്ചു. അല്ലേ? എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെല്ലാം ഏറ്റു. പകരക്കാരൻ, ക്രിസ്തു എന്ന പകരക്കാരൻ. എന്നാല് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വന്ന നമ്മോടുള്ള ബന്ധത്തിൽ ചിലർ പറയാണ്, ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ള വഴിക്കൊക്കെ പോകാന്ന്. എനിക്ക് മൾട്ടിപ്ലക്സിൽ പോയിരുന്ന സിനിമ കാണാം, അല്ലെ മൊബൈൽ ഫോണിൽ സിനിമ കാണാം, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഞാനിനി ഇല്ലെന്നേ. അതെന്നാ പഠിപ്പീരാത്? അതായത് എനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കാന്ന് പഠിപ്പിക്കുന്നില്ല. ഈ പറയുന്ന പഠിപ്പീരൊക്കെ പഠിപ്പിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അവര് മൾട്ടിപ്ലക്സിലേക്ക് നടന്നു പോവുക. അല്ലെ, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്, ക്രിസ്തു എന്നെ ജീവിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന അത് ഞാനിപ്പോ ഞാനൊരു സിനിമ കാണാൻ പോയെന്നല്ലേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ലെന്നേ. ഞാൻ എനിക്ക് ഗൗരവം കൊടുക്കുന്നില്ലെന്നേ. ക്രിസ്തു എന്നിൽ ജീവിക്കുകയല്ലേ, ക്രിസ്തു പകരക്കാരനായി ജീവിക്കുക. അങ്ങനെയല്ല ഗലാത്യ ലേഖനം 2:20 ഉത്തരം. ക്രിസ്തു എന്റെ പകരക്കാരൻ എന്ന് പറയുന്നത് എന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തു എന്റെ പകരക്കാരൻ. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവരാജ്യത്തിൽ വന്ന എന്നോടുള്ള ബന്ധത്തില് ഇനി ഞാൻ തന്നെ ജീവിക്കണം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥമോ? അതായത് ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ കർത്തൃത്വം കൈമാറി എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടു, ദെൻ സ്നാനം. സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? സെയിൽ ഡീഡിൽ ഒപ്പിടണം, തീരാധാരത്തിൽ ഒപ്പിടണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. എന്ന് വെച്ചാല് ഇനി എന്റെ ഹിതത്തിനൊരു പ്രാധാന്യമില്ല, അങ്ങയുടെ ഹിതത്തിനാണ് പ്രാധാന്യമുള്ളൂ. ഞാൻ വചനത്തിൽ നിലനിന്നുകൊണ്ട് ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ദൈവേഷ്ടം പൂർത്തീകരിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഈ പുള്ളികളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ക്രിസ്തു പകരക്കാരനായി ജീവിക്കുകയാണ്. ക്രിസ്തു ജീവിക്കുകയാണ്. ഞാനിനി അതിലേലും നടന്നാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് ആളുകളെ തള്ളിയിടുന്നത് വചനത്തിന്റെ ആഴം മനസ്സിലാകാത്തതുകൊണ്ടാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വന്ന നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ജീവിക്കണം. ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറയുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാക്കണം. അതായത് ഞാന് എന്റെ ഇഷ്ടത്തിൽ ഇനി ജീവിക്കുന്നില്ല, ദൈവേഷ്ടപ്രകാരം ജീവിക്കും. ഇനി നടക്കുന്നത് ഞാൻ തന്നെയാണെന്നേ. വേഗം വായിച്ചു ചില വാക്യങ്ങൾ. 1 യോഹന്നാൻ 2:6. ഈ പറയപ്പെടുന്ന പൊള്ളത്തരത്തിന്റെ ആഴം നമുക്ക് അവിടെ മനസ്സിലാവും. ഇവിടെ നമ്മൾ വായിച്ചത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അതുകൊള്ളാം. അപ്പൊ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ഇനി നടക്കേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്തു നടന്നോളില്ലേ. ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ വരരുത് കേട്ടോ. ഗലാത്യ ലേഖനം 2:20 വെച്ച് മാത്രം ഉപദേശം സ്ഥാപിക്കല്ലേ. അത് വായിച്ചിട്ടല്ലേ ഇപ്പൊ ഇത് വായിച്ചത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. 1 പത്രോസ് 2:21. 1 Peter chapter 2 verse 21.
അതായത് ഈ വാക്യത്തിന്റെ തുടക്കത്തിൽ പറയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചെന്ന്. അതായത് ക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ, അത് ക്രൂശ് വരെയുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞല്ലോ. അടുത്ത സെന്റൻസ് എങ്ങനെയാ തുടങ്ങുന്നത്? നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരണമെന്ന്. ഇനി ജീവിക്കുന്ന ഞാനല്ലേ, പിന്നെ ഞാൻ പിന്തുടരേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ആ കാൽച്ചുവടുകളെ പിന്തുടർന്ന്? ക്രിസ്തു തന്നെ നടന്നോളും. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? ഞാൻ തന്നെ നടക്കണമെന്നേ. ക്രിസ്തു തുറന്ന പാതയിലൂടെ ഞാൻ തന്നെ നടക്കണം. ആ നടക്കുന്ന നടപ്പിലാണ് മറ്റൊരു വാക്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. സുവിശേഷങ്ങളിൽ എല്ലായിടത്തും എഴുതിയിരിക്കുന്ന വാക്യമാണ്, എടുത്ത് വായിക്കേണ്ട സമയം പോയതുകൊണ്ട്. അതായത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു ആണെങ്കിൽ പിന്നെ ഞാൻ ക്രൂശെടുക്കേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്തു ക്രൂശെടുത്തതല്ലേ? അല്ലെ, ഇനിയാണെങ്കിലും ക്രിസ്തു ക്രൂശെടുത്തോളൂല്ലോ. അതാണോ അതിന്റെ ഉത്തരം? വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഉറക്കം തൂങ്ങിയിരിക്കരുത്, ശ്രദ്ധിക്കണം, ചെവി വട്ടം പിടിച്ചിരിക്കണം. അതായത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, സ്വയേച്ഛകളെ ത്യജിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സ്വയേച്ഛകളെയെല്ലാം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. ക്രൂശ് എന്ന് പറയുമ്പോ എന്താ നമ്മൾ കാണുന്നത്? മരക്കുരിശാണോ? ക്രൂശ് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് ബലിപീഠമാണ്. ആ ബലിപീഠത്തിൽ തീയുണ്ട്. സ്വയേച്ഛകളെല്ലാം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. ദൈവഹിതം തിരിച്ചറിയണം. ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിൽ ദൈവഹിതം മനസ്സിലാക്കി ക്രിസ്തു നടന്ന പാതയിലൂടെ നടക്കാനുള്ള ആഹ്വാനമാണ് വരുന്നത്. ക്രിസ്തു നടന്ന പാതയിലൂടെ നമ്മൾ നടക്കണം. അടുത്തൊരു വാക്യം 2 കൊരിന്ത്യർ ലേഖനം 5:14-15. 2 Corinthians chapter 5 verse 14 and 15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നവരായിരുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, പകരക്കാരൻ എന്നുള്ള നിലയിൽ. ആ മരണമാണ് നമുക്ക് രക്ഷാകാരണമായി തീർന്നത്. അങ്ങനെ രക്ഷയിലേക്ക് വന്ന നമ്മോട് പറയുകയാണ്, ഇനി ജീവിക്കുന്നവർ, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്ന് ആദ്യം വായിച്ചത് ഗലാത്യ ലേഖനത്തില്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയാണ്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്ന്. അതായത്, ഞാൻ എനിക്കായിട്ട് ജീവിക്കരുതെന്ന് ചുരുക്കം. ഇനി ജീവിക്കുന്ന ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാന് വചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവഹിതം അന്വേഷിച്ച് ആത്മാവിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തെയാണ് ഇനി എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്ന് പറയുന്നത്. അതായത്, നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എങ്ങനെയാ നമ്മൾ കണ്ടെത്തിയത്? യാഗപീഠം കാണിക്കുന്ന എന്താ? വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. അതായത്, ക്രിസ്തു എന്ന രക്ഷകനെയാണ് നമ്മൾ അവിടെ കാണുന്നത്, രക്ഷിതാവിനെ കണ്ടെത്തുകയാണ്. അടുത്തത് താമ്രത്തൊട്ടി. താമ്രത്തൊട്ടി എന്താ കാണിക്കുന്നത്? വിശ്വാസ സ്നാനത്തിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തില് ക്രിസ്തുവിന്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടെത്തുകയാണ്. കർത്തൃത്വം നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, എനിക്കായി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് ഒരു സമർപ്പണാനുഭവത്തിലേക്ക് ഞാൻ വരികയാണ്. തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തണം. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ എന്നെ നടത്തുകയാണ്. വചനത്തിൽ എന്നെ നിലനിർത്തുകയാണ്. സകല സത്യത്തിലും വഴി നടത്തുകയാണ്. ആത്മാവ് എന്നെ നടത്തുകയാണ്. നീ അത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തുകയല്ല. ആത്മാവ് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ നടത്തുകയാണ്. ആ ഒരു നിലയിലേക്ക്, അതൊരു ഉയർന്ന തലമാണ്. ആ ഒരു ഉയർന്ന തലത്തിലേക്ക് നമ്മൾ വരണം. അതിനാണ് കാലങ്ങളായി നമ്മൾ ഇങ്ങനെ ഇതൊക്കെ തുറന്നു വെച്ച് വചനം ധ്യാനിക്കുന്നത്. നേരം പോക്ക് പറയാൻ അറിയാൻ മേലാത്തോണ്ടാണോ? നമുക്ക് നേരം പോക്ക് പറയാനും ഫലിതം പറയാനും ഒന്നും സമയമില്ല. തമാശയെ അല്ലല്ലോ, കോമഡി പറയാനൊന്നും നമുക്ക് സമയമില്ല. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ഇതിനകത്ത് കോമഡി എങ്ങനെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് എനിക്കറിയാൻ മേല. ഇത് വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. പറഞ്ഞു വന്ന എന്താ? ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം.
ക്രിസ്തു പകരക്കാരനായിട്ട് നമുക്ക് വേണ്ടി ജീവിച്ചോളൂ എന്നാ ചിലർ പറയുന്നത്. ക്രിസ്തു പകരക്കാരനായിട്ടൊന്നും ജീവിക്കില്ല, നമ്മൾ തന്നെ ജീവിക്കണം. ക്രിസ്തു പകരക്കാരനായത് കാൽവറിയിലാണ്. ഇനി തുടർന്നുള്ള ജീവിതത്തോടുള്ള ബന്ധത്തില് കുറെ ആഴമേറിയ കാര്യങ്ങളുണ്ട്. അതായത് നാം ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മെ നടത്തും. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ നമ്മെ നടത്തും. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മെ നടത്തും. ക്രിസ്തു നടത്തുന്നു എന്നുള്ളതിന്റെ ചുരുക്കെഴുത്താ പറഞ്ഞത്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മെ നടത്തും. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? പാപസംബന്ധമായി മരിച്ചവരെ കുറിച്ച് പറഞ്ഞ് താഴേക്ക് വന്നിട്ട് 6-ാം വാക്യത്തിലോ 4-ാം വാക്യത്തിലോ മറ്റോ നമ്മൾ വായിക്കുന്നുണ്ട്. യെസ്, 6-ാം വാക്യത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇപ്പൊ വായിച്ചു കേട്ട ഈ വാക്യപ്രകാരം നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നാം ആണ് നടക്കേണ്ടത്. നാം തന്നെ ജീവിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുദിനം പുതുക്കും. ആത്മാവിൽ ജീവിക്കണം. അതായത് ഇങ്ങനെ കുറച്ച് വാക്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, ഇനിയും വാക്യങ്ങളെല്ലാം പറഞ്ഞത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നാം ക്രിസ്തുവിന്റെ പത്രം എന്നുള്ള നിലയിലാണ് മറ്റുള്ളവർ കാണുന്നത്. പത്രം നമ്മെ കാണുന്നില്ല, പകരം ആ പത്രത്തിലൂടെ അവരെന്താ വായിക്കുന്നത്? ക്രിസ്തുവിനെയാണ് വായിച്ചെടുക്കുന്നത്. അല്ലെ, നാം ക്രിസ്തുവിൽ മറയപ്പെടുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പടുത്തുയർത്തിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനനുസരിച്ചാണ്, തന്റെ ഉപദേശത്തിനനുസരിച്ചാണ്. ആര് നമ്മിലേക്ക് നോക്കിയാലും നമ്മെ കാണുന്നത് ക്രിസ്തുവിലാണ് കാണുന്നത്. അവർക്ക് ക്രിസ്തുവിനെ ദർശിക്കാൻ കഴിയണം നമ്മിലൂടെ. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള വഴിക്കൊക്കെ ഞാൻ വട്ടം കറങ്ങി നടന്നിട്ട് ഞാൻ പറയാണ്, ഗലാത്യ ലേഖനത്തിലെ വാക്യം ഇങ്ങനെയാ കേട്ടോ, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടെന്ന്. ജീവിക്കുന്നുണ്ടോ? പക്ഷെ നമ്മളിപ്പോ കണ്ടെത്തിയത് എന്താ? ജാഗ്രതയോടെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മൾ വരികയാണ്. നമ്മുടെ സ്വന്തം ഇച്ഛകളും ഇഷ്ടങ്ങളും അടിയറ വെച്ചിട്ട് അതെല്ലാം ബലിപീഠത്തിലേക്ക് വെച്ചു. പകരം ദൈവേഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. പ്രകാശിക്കണമെങ്കിൽ വിളക്ക് കത്തണം. വിളക്ക് കത്തണമെങ്കിൽ അതിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം. കത്തണമെങ്കിൽ അതിനകത്ത് തിരി ഇറക്കി വെക്കണം. അങ്ങനെ അനവധി കാര്യം പറയാനുണ്ട്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദിവസേന മരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ ദിവസേന ക്രൂശിക്കപ്പെടുന്നു. ഞാൻ ദിവസേന മരിക്കുന്നു. അവനോ വളരേണം, ഞാനോ കുറയണം. അങ്ങനെയെല്ലാം പറയുമ്പോൾ നാം തന്നെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ആത്മാവ് നമ്മെ നടത്തും. ക്രിസ്തു നമ്മിൽ വെളിപ്പെടും. ആത്മാവ് നമ്മെ നടത്തും, ക്രിസ്തു നമ്മിൽ വെളിപ്പെടും. ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ്. എങ്ങനെയാ കണ്ടത്? പാപത്തിന്റെ പടുകുഴി കിടന്ന നമ്മെ ഉദ്ധരിക്കാൻ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു. പകരക്കാരനായി ആ ശിക്ഷ അനുഭവിച്ചു. ഇപ്പൊ നാം ജീവിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ചുമ്മയല്ല പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൽ നാം ജീവിക്കണം. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ അവനോ വളരേണം, ഞാനോ കുറയണം. അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നില്ലേ? പുറമേയുള്ളത് നാൾക്ക് നാൾ ക്ഷയിച്ചു വരണം. അകമേയുള്ളത് നാൾക്ക് നാൾ പുതുക്കപ്പെട്ടു വരണം. അതാണ് ക്രിസ്ത്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിനെ ഏത് കൊമ്പത്തെ പാസ്റ്റർ വന്നാലും മാറ്റാൻ പറ്റില്ലെന്നേ. ഇത് ഒരിക്കലായിട്ട് ഉറപ്പിച്ച കാര്യമാണ്. ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. പുറമേയുള്ളത് നാൾക്ക് നാൾ ക്ഷയിച്ചു വരണം. അകമേയുള്ളത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വരണം. അതാണ് അവനോ വളരേണം, ഞാനോ കുറയണം. ഒരിക്കൽ നാം നമ്മെ തന്നെ ക്രൂശിങ്കിൽ അടിയറ വെച്ചവരാണ്. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം വരുമ്പോഴത്തേക്കും നമ്മിലെ ആ പഴയ വ്യക്തി ഇല്ലാതെയായി തീരുകയാണ്. ആദാമിലുള്ള ആ മനുഷ്യൻ ഇല്ലാതെയായി തീരുകയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളം എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ സമർപ്പണം പോലെ ഇരിക്കും, നിങ്ങളുടെ എരിവ് പോലെ ഇരിക്കും, നിങ്ങളുടെ ഉത്സാഹം പോലെ ഇരിക്കും. ആ കാര്യങ്ങളൊക്കെ അത് കർത്താവല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ളൊരു താല്പര്യവും സമർപ്പണവും വേണം. കർത്താവ് നിങ്ങളെ ബലമായിട്ടൊന്നും ചെയ്യൊന്നുമില്ല. അതാരും
കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്ത് പേടിക്കണ്ട. നമ്മൾ ആ ബോധ്യത്തിലും ആഗ്രഹത്തിലും സമർപ്പണത്തിലേക്കും വരുമ്പോഴാണ് നമ്മെ ആ തികവെങ്കിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് അപ്പോസ്തലൻ പറയുന്നത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. നമ്മെ ആ തികവിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ തികവിന്റെ ശുശ്രൂഷയാണ്. ഇതൊരു നേരം പോക്ക് പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. നമ്മെ ആ തികവിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെയൊക്കെ കടഭാരം മാറുകയോ രോഗം മാറുകയോ പിള്ളേരെ പഠിപ്പിക്കുകയോ ഇതൊന്നും അല്ല സഹോദരങ്ങളെ അപ്പോസ്തലിക ഉപദേശം. അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നു പോകും. ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു രോഗസൗഖ്യം കിട്ടിയെന്നിരിക്കില്ല. വിഷമിക്കരുത് കേട്ടിട്ട്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നിങ്ങൾ ഇടയ്ക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായമൊക്കെ വായിക്കണം. അവിടെ ചിലര് നല്ലൊരു ഉദ്ധാരണം ഏൽക്കാതെ ഭേദ്യമേറ്റെന്നൊക്കെയാ വായിക്കുന്നത്. ചില സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർപ്പിച്ചു കിട്ടി. അതുപോലെ മറ്റു പല കാര്യങ്ങളും ഒക്കെ അവിടെ സംഭവിച്ചു. എന്നാൽ ചിലര് ഈർച്ചവാളിനാൽ അറുക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ചിലര് നല്ലൊരു ഉയർപ്പിന് വേണ്ടി ഭേദ്യമേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവരൊരു വിടുതൽ ആഗ്രഹിച്ചില്ല. ഇതെല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ക്രിസ്ത്യാനിറ്റിയാണ്. ഇപ്പൊ ഞാനീ പറഞ്ഞതൊക്കെ ഹൈ സ്റ്റാൻഡേർഡ് ക്രിസ്ത്യാനിറ്റിയാണ്. സാധാരണ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത്. അവിടെയാണ് നമ്മൾ സമ്പത്തുകളുടെ അപഹാരമൊക്കെ കണ്ടത്. നല്ലൊരു ഉയർപ്പിന് വേണ്ടി കൊതിക്കുന്ന ആളുകൾ. അതേസമയം ഒരു കൂട്ടം ആൾക്കാർ നാശത്തിലേക്ക് പിന്മാറുവാൻ വെപ്രാളപ്പെടുന്നു. അതും നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ തന്നെ കാണുന്നു. അതുപോലെയാണ് നമ്മുടെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ സ്നേഹിതന്മാരാകാൻ എത്ര പേരാ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ആഴമേറിയ ദൈവവചന സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ചു വരുമ്പോൾ ക്രൂശ് നമ്മുടെ കൺമുമ്പിൽ ഉണ്ട് കേട്ടോ. ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സംസാരിച്ചു പോയതല്ല. ക്രിസ്തു നമ്മുടെ പകരക്കാരൻ. അതൊന്നും ഈസി ആയിട്ട് കേട്ടിരിക്കരുത്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗതസമന എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയ സബ്ജക്റ്റ് ആണ്. ഗത്സമന, ഉലുമലയിൽ നിന്ന് സ്തോത്രം പാടി നമ്മുടെ കർത്താവ് കടന്നു വന്നത് ഗത്സമനയിലേക്കാണ്. പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടമില്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം ചോദിച്ചില്ലേ? എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പാടില്ലേ? പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി, പകരക്കാരനാക്കി. അസാസേലിന് ചീട്ടുവീണ ആടിനെ ഇസ്രായേലിന്റെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്ന ആ രംഗമൊന്ന് ഓർത്തു നോക്കി. അവൻ നമ്മുടെ പകരക്കാരനായി ഈ ശിക്ഷയെല്ലാം ഏറ്റെടുത്തു. ആ അയ്യം വിളി ഒന്ന് കേട്ടു നോക്കി. പകരക്കാരന്റെ സ്വരമാണതല്ല. ഇപ്പോഴോ? ഇപ്പോ നാം ജീവിക്കണം. ഒറ്റയൊരു വാക്യോടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. ഇപ്പൊ നമ്മൾ വായിച്ചത് യോഹന്നാൻ 12:24. ആമേനാമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പൊ കോതമ്പ് മണി നിലത്ത് വീണ് ചാകണമെന്നാ പറയുന്നത്. അതിന്റെ പുറന്തോടൊക്കെ പൊട്ടണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, ഇനി ക്രിസ്തുവാണെ പിന്നെ ഇനി അതൊക്കെ സംഭവിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞോണം. ഇനി അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, 26-ാമത്തെ വാക്യം നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതാണ്. സീരിയസ് ആയ വാക്യമാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ആ വാക്യത്തിൽ നമ്മൾ 3 സ്പ്ലിറ്റ് ചെയ്തത്. എന്റെ ആദ്യ ഭാഗം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതേ കാര്യം തന്നെയാണ് നമ്മൾ 1 പത്രോസ് 1:21 കണ്ടത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒരു മാതൃക വെച്ചു പോയി. നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരണം. അവൻ നടന്ന അതേ പാതയിലൂടെ നാം നടക്കണം. ആ ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ട് അതേ പാതയിലൂടെ നടന്നവരാണ് നമ്മുടെ പൂർവന്മാരായ അപ്പോസ്തലന്മാര്. അവർ നടന്ന അതേ പാതയിലൂടെ നാം നടക്കണം, അല്ലേ? അങ്ങനെ നടന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും എത്തിച്ചേരുമെന്ന് അങ്ങനെ വായിച്ചത്. അങ്ങനെ നടന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും എത്തും. അതേ പാതയിലൂടെ നടന്ന. അപ്പൊ നമുക്കൊരു പാത തുറന്നിട്ടുണ്ട്. ആ പാതയിലൂടെ നമ്മൾ നടക്കണം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ നടന്നത് എങ്ങനെയാ? ആദിയോടന്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടമല്ല, പിതാവേ അങ്ങയുടെ ഇഷ്ടം മാത്രം. ആ വഴി തനിക്ക് വേണ്ടി തുറന്നു കിട്ടിയ ആ വഴിയിലൂടെ ആദിയോടന്തം നമ്മുടെ കർത്താവ് നടന്നു കാണിച്ച മാതൃക എന്താ?
എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നുള്ളതാണ് ആദിയോടന്തം നമ്മൾ കാണുന്നത്. എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ഓക്കെ, ഈ വാക്യത്തിന്റെ തുടർന്ന് എന്താ കാണുന്നത്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അതായത് പുത്രൻ നടന്ന അതേ പാതയിലൂടെ നടന്നവനെ, അതായത് ക്രിസ്തുവിൽ ജീവിച്ചവനെ, ക്രിസ്തുവിൽ മറയപ്പെട്ടവനെ, അവനോ വളരെയണം ഞാനോ കുറയണം എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിച്ചവനെ, ജീവന്റെ പുതുക്കത്തിൽ നടന്നവനെ ഒടുക്കം പിതാവ് മാനിക്കുമെന്ന്. അങ്ങനെയല്ലേ വായിച്ചത്? അല്ലാതെ ചുമ്മാ ബന്ധുക്കോസുകാരെയല്ല പിതാവ് മാനിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ, ദൈവം കൃപാലുവല്ലേ? ഈ പറഞ്ഞ കൃപയൊക്കെ കാഹളം ധരിക്കുന്നവരെ ഉള്ളൂ എന്നുള്ളത് എല്ലാ ബന്ധുക്കോസുകാരും കേട്ടോണം. നമ്മെ സംബന്ധിച്ച് പാപത്തിന്റെ പടുകുഴി കിടന്ന ആ സാഹചര്യത്തിൽ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ആ കൃപയാണ് നമ്മെ ലിഫ്റ്റ് ചെയ്ത് ക്രൂശിങ്കൽ കൊണ്ടുവന്നത്, അഥവാ ബലിപീഠത്തിങ്കൽ കൊണ്ടുവന്നത്. അവിടേക്ക് വന്ന നമ്മൾ പിന്നെയും കൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർമാനമായ കൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കൃപ അനുഭവിക്കുന്ന എവിടം വരെയാ? മരണം വരെ, അല്ലെങ്കിൽ കാഹളം വരെ. അത് കഴിഞ്ഞാലോ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു കൃപയും കിട്ടില്ല കേട്ടോ. കൃപയെല്ലാം മരണം കൊണ്ട് അവസാനിക്കും, അല്ലെ കാഹളം കൊണ്ട് അവസാനിക്കും. ആ കൃപയ്ക്കൊത്തവണ്ണം നാം എത്രത്തോളം ജീവിച്ചു, എത്രത്തോളം ഉയർന്നു, ക്രിസ്തു എന്ന തലയോളം വളർന്നു, ദൈവത്തിന്റെ സകല നിറവിനോളം നിറഞ്ഞോ ഇല്ലയോ, ആ സെയിം ഇമേജിലേക്ക് വന്നോ ഇല്ലയോ, അതെല്ലാം അവിടെ തുറക്കപ്പെടും. അതെല്ലാം അവിടെ റിവീൽ ചെയ്യുന്നേ, കട്ടൻസ് എല്ലാം റിവീൽ ചെയ്യും. അവിടെ തിരിച്ചറിയും തേജസ്സാണോ പ്രാപിച്ചത്, തേജസ്സിന്മേൽ തേജസ്സാണോ പ്രാപിച്ചതെന്ന്. അവിടെ തിരിച്ചറിയും വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ കണ്ട ആ തേജോമയ രൂപത്തോട് നാം അനുരൂപരായോ ഇല്ലയോ എന്നുള്ളത്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. പറ്റിച്ചേർന്ന് ഏകാത്മാവായോ ഇല്ലയോ എന്നുള്ളത് അന്ന് തിരിച്ചറിയും. കൃപയൊക്കെ കാഹളം ധരിക്കുന്നവരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൃപയൊന്നുമില്ല. പിന്നെ ഉള്ളതുപോലെ തന്നെയായിരിക്കും വിഭാഗിക്കുന്നത്, പ്രതിഫലങ്ങൾ വിഭാഗിക്കുന്നത്. ചന്ദ്രന്റെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ ആ ഒരു സമർപ്പണമാണ് നമ്മെ ആ ഒരു തേജസ്സിന്റെ അനുഭവത്തിൽ എത്രത്തോളം എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ നേരം വരെ നമ്മൾ പറഞ്ഞത് ക്രിസ്തു നമ്മുടെ പകരക്കാരൻ, അതെങ്ങനെയാണ് എന്നുള്ളതാണ് വിശദീകരിച്ചത്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. പകരക്കാരനായ ക്രിസ്തു എന്ന നിലയിൽ അവൻ വീണ്ടെടുപ്പുകാരനായിരുന്നു. ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വന്ന നാം ക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു, പരിശുദ്ധാത്മാവിൽ നടക്കേണ്ടതാകുന്നു, വചനപ്രകാരം ജീവിക്കേണ്ടതാകുന്നു. അതാണ് ഈ മെസ്സേജിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.